5000 രൂപ വരുന്ന കാർ വാഷാണ് ഇത്. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രൂപ മുതൽ നമുക്ക് കാർ വാഷ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിലൊരു ഗ്രൈൻഡർ ഉണ്ടാവണം. ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ 650 രൂപ. ഗ്രൈൻഡർ ഉൾപ്പെടെ അല്ല, വെറും 1100 രൂപയുള്ളൂ. ഇത്രയും അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും. ഈ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റും. ആണ്ടേ ഈ ഭാഗത്തൊന്നും ഒരഴുക്കുമില്ല. നല്ല രീതിയിലാണ് ഇത് ക്ലീൻ ആവുന്നത്. വെറും 3500 രൂപ 5 കിലോയുടെ. ഇതെന്ന് പറയുമ്പോൾ മാളിലായിട്ടോ. പവർ ടൂൾസിൻ്റെ ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കോയമ്പത്തൂരൊന്നുമല്ല, ഇത് നമ്മുടെ കൊല്ലത്താണ്. കൊല്ലത്ത് പവർ ടൂൾസിൻ്റെയും ഹാൻഡ് ടൂൾസിൻ്റെയും മറ്റ് കാർഷിക ഉപകരണങ്ങളുടെയും ഒരു വലിയ ശേഖരം, അതായത് ഇത്രയും വലിയൊരു ഷോപ്പുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതായത് ഒരു മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ കേരളത്തിൽ എവിടെയും ഇവർക്ക് ഡെലിവറി ഉണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകത 0% ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർ EMI സൗകര്യം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. കൂടാതെ ഇനിയും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടുന്ന് വാങ്ങുന്ന കാർഷിക ഉപകരണങ്ങൾക്ക് 50 മുതൽ 80% വരെ കിട്ടുന്ന സർക്കാർ സബ്സിഡി ഉണ്ട്. അത് കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ഇവിടുന്ന് ചെയ്തു തരും. ഞങ്ങളുടെ എല്ലാ വീഡിയോകളിലും നിങ്ങൾക്കായി ഒരു സമ്മാനം ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ വീഡിയോയിലും അങ്ങനെ ഒരു സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. 5000 രൂപ വില വരുന്ന ഒരു കാർ വാഷറാണ് ആ സമ്മാനം. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടുത്തെ ഓണറോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്കായി ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാറിന്റെ പേരൊന്ന് പറയാം. പേര് ശ്രീരാജൻ സവിതം. ശ്രീരാജൻ സവിതം. ഓക്കെ, സവിതം കോംപ്ലക്സ് ആണ് ഇത്. ഓക്കെ സവിതം കോംപ്ലക്സ്. സാർ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ സാർ? ഇത് ആക്ച്വലി ഇത് കൊല്ലം വണ്ടിപ്പെരിയാർ റോഡാണ്. ഈ സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന റോഡ് എന്ന് പറയുമ്പോൾ കൊല്ലം വണ്ടിപ്പെരിയാർ റോഡാണ്. അതിൽ ഭരണിക്കാവ് കഴിഞ്ഞിട്ട് 7 മൈൽ എന്ന് പറയുന്ന ജംഗ്ഷനാണിത്. 7 മൈൽ ജംഗ്ഷനിൽ ഒരു ക്യാമറയുണ്ട്. എയുടെ ഒരു ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് തൊട്ടടുത്താണ് SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഇത് ഒരു മൾട്ടി ബ്രാൻഡ് പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മളിവിടുത്തെ എന്താണ് പ്രത്യേകത? ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടി ബ്രാൻഡ് ആണ്. അതായത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം എല്ലാ പവർ ടൂൾസുകളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഉൾപ്പെടെ അവധി ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ വൈകിട്ട് 8:30 വരെ തുറന്നു പ്രവർത്തിക്കും. ഞായറാഴ്ച അതായത് പവർ ടൂൾസ് കടക്കാർക്കായാലും മറ്റ് അവധി ദിവസങ്ങളിലേ വരാൻ പറ്റത്തുള്ളൂ. അത് കാരണം നമ്മൾ അവധി ദിവസങ്ങളിൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് പിന്നെ ഷിഫ്റ്റാണ്. അവരെ ഷിഫ്റ്റ് അനുസരിച്ച് നിൽക്കും. എല്ലാ ദിവസവും, അതായത് ഓണത്തിന് 2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ രാത്രി 8:30 വരെ തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇപ്പം ദൂരെ ഉള്ളവരാണ് ഇത് കാണുന്നെങ്കിൽ എല്ലാവർക്കും നമ്മൾ അത് എത്തിച്ചു കൊടുക്കാനുള്ള പാഴ്സലും കൊറിയറും സർവീസും നമ്മൾ ഡെലിവറി ഉണ്ട്. അതെ, പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങുന്നവർക്കും അല്ലെന്നുണ്ടെങ്കിൽ നിലവിൽ ഷോപ്പ് ഉള്ളവർക്കും ഹോൾസെയിൽ നിരക്കിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിപ്പോ അവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. അതെ, ബജാജിന്റെ ഫിൻസർവിന്റെ EMI ഫെസിലിറ്റി നമുക്കുണ്ട്. സാധാരണ പവർ ടൂൾസിനൊന്നും ഇല്ല, എല്ലാ കടകളിലും കിട്ടത്തില്ല. നമുക്ക് ആ ഫെസിലിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ 5000 രൂപ മുതൽ മുകളിൽ 5000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന എന്ത് സാധനങ്ങളും തവണ അവസ്ഥയിൽ അവർക്ക് അടച്ച് എടുക്കാവുന്നതാണ്. EMI ഫെസിലിറ്റി ഉണ്ട്. അതുകൂടാതെ പ്രോജക്റ്റ് ബേസിൽ നമ്മൾ ലോൺ ഇപ്പം ഒരു 10 ലക്ഷം 5 ലക്ഷം എടുത്ത് ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഒരാൾ ഉദ്ദേശിച്ചാൽ അവർക്ക് വേണ്ടുന്ന പ്രോജക്റ്റ് ബേസിൽ ലോൺ എടുക്കുന്ന ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ പ്രോജക്റ്റ് ബേസിൽ ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ലോൺ എടുത്ത് ഒരു സംരംഭം തുടങ്ങാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് പൈസ ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനമായിട്ട് അങ്ങ് പോകാം. മറ്റൊരു പ്രത്യേകം അറിയാൻ കഴിഞ്ഞത് ഇവിടെ നമ്മൾ കാർഷിക എക്യുപ്മെന്റ്സിന്റെ സബ്സിഡിയെ കുറിച്ച്. അതെ, കാർഷിക ഉപകരണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്മാം പദ്ധതി പ്രകാരം 50% മുതൽ ഗ്രൂപ്പുകൾക്കാണെങ്കിൽ 80% വരെ സബ്സിഡിയിൽ കാർഷിക ഉപകരണങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതിനെന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് സബ്സിഡി പിന്നീടായിരിക്കും അവരുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത്. എന്നാൽ അതായത് സ്റ്റില്ല്
അസ്കോർണ, പിന്നെ BST, ഐബല്, അങ്ങനെ കുറെ കമ്പനികളുടെ കാർഷിക ഉപകരണങ്ങൾ നമ്മൾ സബ്സിഡി കൊടുക്കുന്നു. അതെല്ലാം സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെ, ഇവിടെ കൊടുക്കുന്നത് ഇവിടെ രജിസ്ട്രേഷൻ നടപടികളുണ്ട്. അത് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് കൊടുക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ നമ്മൾ കൊടുത്തു. ഈ ലാഡർ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ലാഡറില്ലേ, ഈ പറയുന്ന ഈ ലാഡറെല്ലാം സബ്സിഡി കിട്ടുന്നുണ്ട്. ലാഡർ, പിന്നെ അതോ അപ്പുറത്തിരിക്കുന്ന സ്കഫോൾഡിംഗ് ഇല്ലേ, ആ സ്കഫോൾഡിംഗ്, അതൊക്കെ എന്ന് പറയുമ്പോൾ കാർഷിക ആവശ്യത്തിന് വേണ്ടി ഇത് പൊക്കത്തിലിട്ടിട്ട് കുരുമുളകും അതും ഇതൊക്കെ പറിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഏകദേശം എല്ലാ കാറ്റഗറിയിലുള്ള ഐറ്റംസും കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി കൊടുക്കും. അതായത് നമുക്ക് ലാഡറിന് പോലും സബ്സിഡി. അതെ, നിത്യോപയോഗ സാധനമാണല്ലോ. വീട്ടിലൊരു ഫാൻ തുടക്കണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെ പിന്നെ അഗ്രികൾച്ചർ ഇതിന് വേണ്ടി ഒരു മരത്തിൽ കയറണോ, അതിനൊക്കെ ലാഡർ ആവശ്യമുണ്ടല്ലോ. ലാഡർ സഹിതം നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ 50% മുതൽ 80%. ഗ്രൂപ്പുകൾക്കാണെങ്കിൽ 80% വരെ കിട്ടും. ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ 50%. അങ്ങനെയാണ് സബ്സിഡി വരുന്നത്. അതെ. എന്നാ പിന്നെ സാറേ നമുക്ക് കുറച്ച് ഹാൻഡ് ടൂൾസും പവർ ടൂൾസും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് അകത്തേക്ക് വരാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സാർ, അപ്പൊ നമ്മുടെ പവർ ടൂളിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെയാണ്? സാധാരണ ഏറ്റവും, അതായത് വീട്ടിലെല്ലാം അത്യാവശ്യത്തിലുള്ള ഒരു കാര്യമാണ് ഈ സാധാരണ 6mm ഡ്രിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ 599 രൂപ, അതായത് 600 രൂപ. 600 രൂപ അല്ലേ? ഇത് നമ്മൾ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും. അതിൽ 90 രൂപ കൊറിയർ ചാർജ് തരണമെന്നേ ഉള്ളൂ. എന്നാലും നഷ്ടമല്ല, കാരണം 600 രൂപ വെറും 599 രൂപയുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ 769. അത് കഴിഞ്ഞാൽ ഗ്രൈൻഡർ തുടങ്ങുന്നത് 939 രൂപ സ്റ്റാർട്ടിങ്ങിൽ. 939 വെറും 939 രൂപ. സാർ, ഇത്രയും റേറ്റ് കുറവാണോ? അതെ, അല്ല, അത് നമ്മൾ ബൾക്ക് പർച്ചേസിംഗിലൂടെ കൊടുക്കുന്നതാണ്, കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി. ബൾക്ക് പർച്ചേസിംഗ് നിങ്ങളിപ്പോ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് കൊടുക്കുന്നതാണ്. അതെ അതെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 969, 999, 1099, 1399. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ മുതൽ നമുക്ക് വാറണ്ടി ഉള്ളതാണ്. ഓഫർ റേറ്റ്. ഇത് ടോട്ടലിന്റെ 6 മാസം വാറണ്ടി ഉള്ള ഐറ്റമാണ് ഇതല്ലേ. അതിന് 1999 രൂപ. 1999 അല്ലേ? പിന്നെ അതേമാതിരി തന്നെ മുകളിൽ തന്നെ ഇവിടെ നോക്കിക്കോ, ടൈൽ കട്ടർ. കാര്യം മേസന്മാരൊക്കെ ഉപയോഗിക്കുന്ന ടൈൽ കട്ടറിന് വെറും 1599 രൂപയുള്ളൂ. പവർ മാക്സ് 6 മാസം സർവീസ് വാറണ്ടി. അത് കഴിഞ്ഞിട്ട് 1639, 2099, 2600. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ടൈറ്ററാണ്. അതായത് വീട്ടിൽ എന്തെങ്കിലും സ്വിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറുക്കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർക്ക് സ്വിച്ചിന്റെ ഇത് മുറുക്കുന്നതിന് എല്ലാം ഉപയോഗിക്കുന്നത്. ഇത് 1599, അതായത് 1500 രൂപ. അത് കഴിഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ 12 വോൾട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 21 വോൾട്ട്. 21 വോൾട്ടിക്ക് അടിച്ചു നോക്കിക്കോ. 2 ബാറ്ററി, 2 ബാറ്ററി ഉൾപ്പെടെയാണ് വരുന്നത്. എന്തൊരു പവറാണ് നോക്കുക. 2 ബാറ്ററി ഉൾപ്പെടെയാണ് വരുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തെ കുറെ 21 വോൾട്ട് അല്ലേ? 21 വോൾട്ടാണ്. ഇതിനകത്ത് കുറെ ടൂൾസുകളൂടെ ലഭ്യമാണ്. ആണോ? ബിറ്റ് ഉണ്ടോ? ബിറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്ര ഐറ്റം ഉൾപ്പെടെയാണ് നമുക്ക് ഈ 2200 രൂപയ്ക്ക്. അതായത് 2 ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ആക്സസറീസ് മൊത്തം ഇത് ചാർജറാണ്. ഇതെല്ലാം കൂടെയാണ് 2200 രൂപ. ഇത് ഹാമർ ഡ്രില്ലാണ്. അതായത് 20mm RH20mm ഹാമർ ഡ്രില്ലാണ്. ഇത് 1899 രൂപ മാത്രം. ഇത് 800 വാട്ടാണല്ലേ വരുന്നത്? 800 വാട്ടിലാണ് വരുന്നത്. അത് 1100 വാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേന് 2300 രൂപ, 2299. പിന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമുക്ക്. ഇത് ജസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കോ. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, SR ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ബ്രാൻഡാണ്. അതായത് സാധാരണ ലോക്കൽ ബ്രാൻഡ് മുതൽ ടോപ്പ് ബ്രാൻഡ് വരെയുള്ള എല്ലാ ഐറ്റവും. അതാണ് ഞാൻ പറഞ്ഞ മൾട്ടി ബ്രാൻഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇതേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോക്കി, ഐബല്, ഈ ഇരിക്കുന്ന താഴെ അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള JCB മാള്, സ്റ്റാൻലി, ഡിവാൾട്ട്, ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 25ഓളം ഗ്രൈൻഡർ തന്നെ ഉണ്ട്. കമ്പനിയുടെ ഗ്രൈൻഡറുകൾ. ഈ ഷോപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രത്തോളം സ്റ്റോക്കുകളാണ്. കണ്ടോ, ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ. ഇത് കഴിഞ്ഞില്ല, ഇതിനപ്പുറത്തും ഉണ്ട്, അതിനപ്പുറം ഉണ്ട്. ഒത്തിരി നിറഞ്ഞിരിക്കുകയാണ്. കാരണം എത്ര വേണോ, എത്ര ക്വാണ്ടിറ്റി വേണോ നമുക്ക് കൊടുക്കാൻ. അതെ. അതായത് നമ്മൾ ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുന്നില്ലേ. അതെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 രൂപ, വെറും 650 രൂപയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണിത്. നമ്മുടെ കയ്യിൽ ഒരു ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗ്രൈൻഡർ ഉണ്ടാവണം, ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണിത്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഈ ചെടികളല്ലേ, വീടിന്റെ പുറത്തേക്ക് കിടക്കുന്ന കമ്പുകൾ, പിന്നെ നമ്മുടെ ചെടിയുടെ ശിഖരങ്ങൾ,
അതായത് വലിയ മരങ്ങളൊന്നും മുറിക്കാൻ പറ്റത്തില്ല, എന്നാലും വീട്ടാവശ്യത്തിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് ഈ അറ്റാച്ച്മെന്റിന് മാത്രമാണ് ഈ 650 രൂപ. ഗ്രൈൻഡർ ഉൾപ്പെടെ അല്ല. ഗ്രൈൻഡർ വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ മുതൽ നമുക്ക് ഗ്രൈൻഡിങ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഗ്രൈൻഡർ ഒരു 1999 2000 രൂപ മുതൽ വാറന്റിയുള്ള ഗ്രൈൻഡറും കിട്ടും. ഇതിപ്പോ കോയമ്പത്തൂരൊന്നും അല്ലല്ലോ, കാരണം ഇത്രയും വില കുറച്ച് കൊടുക്കാൻ. അത് കോയമ്പത്തൂർ പോകുന്ന വണ്ടിക്കാശ് നിങ്ങൾക്ക് ലാഭം. മാത്രമല്ല അതിനൊക്കെ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ മാത്രമല്ല സർവീസിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട് ഇട്ടെന്നാ പറയും. നിങ്ങൾ കോയമ്പത്തൂർ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് മാത്രമേ കോയമ്പത്തൂരിനെക്കാട്ടിയും വില കുറച്ച് കോയമ്പത്തൂരിനെക്കാട്ടി ഇത്രയും വില കുറച്ച് കൊടുത്തിട്ട് നമുക്ക് കോയമ്പത്തൂർ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ ഏത് സമയത്തും അവധി ദിവസങ്ങളിലും വന്ന് പർച്ചേസ് ചെയ്യാം. പല പല സൗകര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഇവിടുന്ന് വിൽക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഫുള്ളി സർവീസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർവീസ് സെന്റർ അപ്പുറത്ത് നമുക്ക് കാണിക്കാം. നമുക്ക് സർവീസ് സെന്റർ ഉണ്ട്. എല്ലാ ഫുള്ള് സാധനങ്ങളുടെ സർവീസ് സെന്റർ, ബോഷിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ആണ് നമ്മൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ഇല്ലേ, ഗാർഡൻ ഒക്കെ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യത്തില്ലേ. അതായത് ഇങ്ങനെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മതിൽ മാതിരി കാണുന്നില്ലേ, അതാണ് ഈ സാധനം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങ് പോകും. അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഹെഡ് ടെമ്പർ എന്നാണ് ഇതിന്റെ പേര്. ഇത് സൂപ്പർ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിന് വാറന്റി ഉണ്ട്. അതിന് 6 മാസം വാറന്റിയോട് കൂടിയാണ് കൊടുക്കുന്നത്. കാര്യം നമ്മുടെ വീട്ടിലും അത്യാവശ്യം എന്തെങ്കിലും ഗാർഡൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പണിക്കാറുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ ഉപകാരം. മറ്റേ നമ്മൾ മാനുവൽ ഇത് വെച്ചിട്ടില്ലേ കട്ട് ചെയ്യുന്നത്, ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഐബലിന്റെ ഒരു പ്രോഡക്റ്റ് ആണിത്. ലീഫ് ഫ്ലവർ എന്ന് പറയും. കാരണം ഇതുണ്ടല്ലേ ഇദ്ദേഹത്തിന്റെ മുടിയിലേക്ക് അടിച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്ററി, ഈ ഒരു മെഷീന് ചാർജർ ഉൾപ്പെടെ ഐബൽ കമ്പനിയുടെയാണ്. 6000 രൂപയാണ് ഇതിന്റെ വില. ഇതിൽ ബാറ്ററി ഒരു ബാറ്ററി 20 വോൾട്ടിന്റെ 4 ആംസിന്റെ ഒരു ബാറ്ററി, പിന്നെ ഈ മെഷീന് ചാർജർ. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വീട്ടില് രാവിലെ ഇതുണ്ടല്ലേ ആവശ്യമില്ല, അടിച്ചു കൊടുത്തു പൊടി അടിച്ച് കളയല്ലേ. പവർ ഉണ്ടോ? പവർ. അപ്പൊ നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ? എത്രയും ദൂരെയാണ്? അവിടെ കുറെ ചവറുണ്ട്. ഇത്ര സിമ്പിൾ അല്ലേ ഇതേ? അതായത് ഒരു 6000 രൂപ മുടക്കി കഴിഞ്ഞാൽ വീട്ടില് രാവിലെ 5 മിനിറ്റ് കൊണ്ട് മിറ്റം അടിക്കാൻ പറ്റും ലേഡീസിനും. ഇതിന് 6000 രൂപ. അതും 6 മാസം വാറന്റിയോട് കൂടി. ഐബലിന്റെ പ്രോഡക്റ്റ് ആണ്. എല്ലാ സ്പെയർ പാർട്സും സർവീസും അവൈലബിൾ ആണ്. അത് 20 വാൾട്ട്, ഒരു ബാറ്ററി, ഒരു ചാർജർ, ഈ മെഷീന്. അതെ എല്ലാം കൂടെ. നമുക്ക് എത്ര രൂപ പ്രൈസ് വരുന്നത്? ഇത് ഈ അറ്റാച്ച്മെന്റിന് മാത്രം വെറും 1100 രൂപയുള്ളൂ. ഇത്ര സാധനം ഈ അറ്റാച്ച്മെന്റ്. ഗ്രൈൻഡർ നമ്മൾ ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഗ്രൈൻഡർ ഇല്ലാതെ അറ്റാച്ച്മെന്റിന് 1100 രൂപ. ഇത് കൊറിയർ ചാർജ് നമ്മളെ ഓൾ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. 90 രൂപ കൊറിയർ ചാർജ് ഉള്ളൂ. 90 രൂപ ആവത്തുള്ളൂ. അതായത് കേരളത്തിൽ എവിടെയാണെങ്കിലും 90 രൂപ കൊറിയർ ചാർജ്, 1100 രൂപ ഇതിന്റെ വില. പക്ഷേ ഈ ഗ്രൈൻഡർ ഇല്ല, അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, ഗ്രൈൻഡർ ഇല്ല, അറ്റാച്ച്മെന്റ് മാത്രമാണ്. അത് ശ്രദ്ധിക്കോ. ഇതെന്ന് പറയുമ്പോൾ ഡ്രിൽ സ്റ്റാൻഡ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇതിനകത്ത് ഒരു ഹോൾ ഇടണമെങ്കിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് ഈ ഡ്രില്ല് പിടിപ്പിക്കാൻ പറ്റും. ഈ ഡ്രില്ല് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് ഹോൾ ഇടാൻ പറ്റും. അതിനകത്ത് തെന്നി പോകത്തില്ല. ഇതിന്റെ വില എന്ന് പറയുമ്പം 1200 രൂപയാണ്. ഈ സ്റ്റാൻഡിന് മാത്രമാണ്. ഡ്രില്ല് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതെ. ഈ അറ്റാച്ച്മെന്റ് 1200 രൂപയാണ്. നമുക്ക് ഈ ടൈപ്പിലുള്ള ഏത് ഡ്രില്ലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 6 mm, 8, 13 mm ഈ വരെയുള്ള എല്ലാ ഡ്രില്ലുകളും നമുക്ക് ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റും. ഇതൊരു മിനി ചെയിൻസയാണ്. സൂപ്പർ സ്റ്റീൽ കമ്പനിയുടെ മിനി ചെയിൻസയാണ് ഇതല്ലേ? അതെ. വർക്ക് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല പവറുള്ള അത്യാവശ്യം പറയാം. നമുക്ക് വീട്ടിലെ ചെടികളെല്ലാം സെറ്റ് ചെയ്യാനും ചെറിയ ചെറിയ കമ്പുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. 4350 രൂപയാണ് അതിന്റെ വില. 4350 രൂപയാണ് അതിന്റെ വില. 6 മാസം വാറന്റിയോട് കൂടി. 6 മാസം വാറന്റി ഉണ്ട് ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ബാറ്ററിയാണ്.
2 ബാറ്ററി ഉൾപ്പെടെയാണ് വരുന്നത്. അതാണ് കണ്ടില്ലേ, ഇതാണ് ഈ ഉപയോഗിക്കുന്നത് 2 ബാറ്ററി, ഇതിൻ്റെ അഡാപ്റ്റർ, ഇതെല്ലാം കൂടെ ഇതിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു എലങ്കിയും ഇതെല്ലാം കൂടെ വരുന്നത് വെറും 4350 രൂപ. ഈ ബാറ്ററി എത്ര മണിക്കൂർ ചാർജ് ചെയ്യുമായിരിക്കും? ഇത് അരമണിക്കൂർ ചാർജ് ചെയ്യും. അതെ, 2 ബാറ്ററിയും കൂടെ ആകുമ്പോൾ 1 മണിക്കൂർ ചാർജ്. ഇത് ചാർജ് ആവാൻ എത്ര സമയം എടുക്കും? ഇത് എത്ര വോൾട്ടിന്റെയാ? 20 വോൾട്ടിന്റെ 20 വോൾട്ടിന്റെ ആണ്. ഇതിപ്പോ ഓൾറെഡി ഇതിനകത്ത് ചാർജ് ഉണ്ട്. ഇത് ചാർജ് തീരുന്നതനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്താൽ മതി അല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മുടെ കയ്യിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തൊരു സേഫ്റ്റി സ്വിച്ച് ഉണ്ട്. ഇത് ഓൺ ആക്കിയിട്ട് ഈ സ്വിച്ച് കൂടെ ഓൺ ആക്കിയെങ്കിൽ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേകത അതുണ്ട്, സേഫ്റ്റി ഉണ്ട്, ഈ സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സ്വിച്ച് ഉള്ള ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്വിച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. ഇതൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള അതൊരു സേഫ്റ്റി ആണല്ലേ? അതെ, സേഫ്റ്റി. നമുക്ക് ഇത് വെച്ചിട്ട് ചെടിയല്ലാതെ നമുക്ക് വേറെ പട്ടിയല്ലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പട്ടിയിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ചെറിയ പട്ടി. ഓക്കെ, അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ മറ്റേ നമ്മൾ ആദ്യം കാണിച്ചതിനകത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ തടികളും കട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഐറ്റം. അതെ. ഇതാകുമ്പോൾ അത്യാവശ്യം തടിയെല്ലാം ഭയങ്കര വലുതല്ല, അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള ചെറിയ കട്ട് ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം നമുക്ക് ഇപ്പൊ വാറന്റി 6 മാസം. ഈ സൂപ്പർ സ്റ്റീലിന്റെ പ്രോഡക്റ്റ് പറഞ്ഞാൽ 6 മാസം വാറന്റി ഉള്ള കമ്പനി തന്നെ വാറന്റി ഉള്ള. അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫുൾ സർവീസ് നമ്മൾ കൊടുക്കും. സ്പെയർ പാർട്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ കണ്ട എല്ലാ പ്രോഡക്റ്റിനും ഇവിടുന്ന് വിൽക്കുന്ന എല്ലാ സാധനത്തിന്റെയും സർവീസും അവൈലബിൾ ആണ്, അതിന്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. സ്പെയർ പാർട്സ് ഇല്ലാത്ത ഐറ്റം നമ്മൾ ഇവിടെ വെക്കുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ സമയബന്ധിതമായി കൃത്യമായിട്ട് അതിന്റെ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ആരും കോയമ്പത്തൂരൊന്നും പോയിട്ട് ഇത്രയും, കാരണം അവിടുത്തെ കാര്യം വില കുറവുണ്ട്, പിന്നെ വിശ്വസിച്ച് അവിടെ പോകുമ്പോൾ സർവീസിന്റെ കാര്യത്തിനൊക്കെ പ്രശ്നമാവത്തില്ലേ? തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് കൊണ്ടുവന്നാൽ ചെയ്യും, അല്ല നമ്മൾ കൊറിയർ വഴി അയച്ചു തന്നാലും നമ്മൾ ചെയ്യും. അതല്ല സ്പെയർ വേണമെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പൊ മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് അത് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ടി വരും അല്ലേ? പിന്നെ വിൽക്കുന്ന എല്ലാ സാധനത്തിനും വാറണ്ടിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. കൃത്യമായ വാറണ്ടി കൊടുക്കും. അത് സർവീസും കൃത്യമായിട്ട് വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും. അത് പേബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ട്രെൻഡിങ് ഐറ്റം ആണ്. ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ വീട്ടിലും ഇത് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ മാനുവൽ ഗ്രാസ് കട്ടറാണ്. 2 സൈഡിൽ അവർ കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഈ കവറിങ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 2 സൈഡിലും ഷാർപ്പായിട്ട് നല്ലോണം മുറിയുന്ന ഒരു പ്ലേറ്റാണ്. പിന്നെ അതിനൊരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിലിൻ്റെ പിടി എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിടിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ വരുന്ന സാധാരണ കേരളത്തിലെ എല്ലാ വീട്ടിലും പോച്ചയുണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും. ഈ 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റും. ആണ്ടേ, നമുക്കൊരു ബ്രഷ് കട്ടർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6000-7000 രൂപ മുതലാണ് ബ്രഷ് കട്ടറിന് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വീട്ടമ്മമാർക്കെല്ലാം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഐറ്റം. ഇതുണ്ടല്ലേ, ഈസി ആയിട്ട് ഇതിൻ്റെ ഈ 2 സൈഡിലും ബ്ലേഡ് ഉണ്ടെന്ന പേരിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയും പോച്ച കിടന്ന സ്ഥലത്ത് കണ്ട് അടിച്ച് ക്ലിയർ ആക്കിയുണ്ടോ? ഇതിന് വില എത്ര വരും? ഇതിനെന്ന് പറഞ്ഞാൽ ഇതിന് 450 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മൾ കേരളത്തിലാണെങ്കിൽ 45 രൂപ കൊറിയർ ചാർജ് വീട്ടിലെത്തിക്കും DTDC വഴി. അതായത് 499 രൂപ. അത് 450 രൂപ ഇതിൻ്റെ പ്രൈസും 45 രൂപ കൊറിയർ ചാർജും. ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ 80 രൂപ ആവും കൊറിയർ ചാർജ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേക്കുമാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ഐറ്റമാണ്. സ്റ്റീലിൻ്റെ, അതായത് ഹാൻഡ് ടൂൾസ് ചെയ്യുന്ന കേക്കുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേക്കുമാറിൻ്റെ ബ്രാൻഡിലുള്ള എല്ലാ ഐറ്റങ്ങളും കാണാൻ കഴിയും. നമ്മുടെ SR ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ കേക്കുമാറിൻ്റെ ഫുൾ ബ്രാൻഡുണ്ട്. ഈ പ്രോഡക്റ്റ് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേക്കുമാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ്. ഷൊർണൂർ ബേസ് കമ്പനിയാണ്. അവരുടെ എല്ലാ ഐറ്റത്തിനും ഹാൻഡ് ടൂൾസിന് ആദ്യമായി വാറണ്ടി കൊടുക്കുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ കേക്കുമാറാണ്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ സാധനം. നല്ല രീതിയിലാണ് അത് ഷാർപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പൈപ്പ് നല്ല പൗഡർ കോട്ടിംഗ് ആണിത്. സാധാരണ എല്ലാവരും സാധാ പെയിന്റ് അടിച്ചാണ് വരുന്നത്. ഇത് പൗഡർ കോട്ടിംഗ് ആണ്. പിന്നെ ആ റബ്ബറുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിനെ അതായത് കല്ലിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡാമേജ് ആയി കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കണ്ടോ, സ്റ്റെയിൻലെസ് ഉണ്ടോ? ഈ SS ഇവിടെ ഇങ്ങനെ മോൾഡ് ചെയ്തിരിക്കും അടിവശത്ത്. ഓക്കെ, പെട്ടെന്ന് ഇളവി പോകത്തൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മാനുഫാക്ചറിങ് ഡിഫക്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയി ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി കൊടുക്കുന്നതായിരിക്കും. അതല്ല, നമ്മളൊരു കല്ലിലൊക്കെ അടിച്ചിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവർ റിപ്പയർ ചെയ്ത് തരും. അത് പേ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ ചോദിച്ചു വരുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടാണ്. ഇത്രയും പോച്ച ഇവിടെ കിടക്കുമല്ലേ, ഇത് കണ്ടില്ലേ?
ഇപ്പൊ ഒരു വീട്ടിലുള്ള ഒരു വീട്ടമ്മയായിരുന്നാലും ഒരു കൊച്ചുകുട്ടിയായിരുന്നാലും എക്സസൈസും കൂടെ ആവും, കൈക്കൊക്കെ നല്ലൊരു എക്സസൈസും കൂടെ, ഒരു കൊച്ചുകുട്ടിക്കായിരുന്നാലും വേണമെങ്കിൽ വീട്ടിലുള്ള ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സാർ ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അധികം. ഇതെന്താണ് ഇത്രയും കൂട്ടിയിടിക്കുന്നല്ലോ ഇവിടെ ഒരുപാട്? ഇതാണ് നമ്മുടെ കാർ വാഷർ അല്ലേ. ഈ കാർ വാഷർ എന്ന് പറയുമ്പോൾ എല്ലാവരും കാർ വാഷർ മേടിക്കും, കൊണ്ടുപോകും. പക്ഷേ ഈ കാർ വാഷിന്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാരപ്പറ്റൊക്കെ ഇല്ലേ, ഈ പാരപ്പറ്റിൽ അവിടെ എല്ലാം ഇങ്ങനെ കിടന്ന് ഇതിന് നല്ലൊരു ഓസ് വേണമെന്നുണ്ടെങ്കിൽ 1800, 1500, 2000 രൂപ വരെയാണ് നല്ല ഓസിന്റെ വില. അന്നേരം അതിന് ഇതാണ് ഈ പ്രൊട്ടക്ടർ. ഇതാണ് ഈ രീതിയിൽ നമ്മൾ ഒരു പ്രൊട്ടക്ടറാണത്. ഇത് ഓസ് സ്ലീവ് എന്നാണ് പറയുന്നത് ഇതിന്. ഇത് ഈ രീതിയിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ ഈസി ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ഇത്ര എളുപ്പത്തിൽ ഇത് അപ്ലൈ ചെയ്ത് ഈ സാധനം ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഇവിടെ ഇതേ തട്ടത്തുള്ളൂ. കാർ വാഷ് കേടായാലും ഓസ് കേടാവത്തില്ല. ഈ ഓസ് പലയിടത്തും അല്ലെങ്കിൽ മറ്റേ പൊത്തിലേക്ക് വീഴാനുള്ള ചാൻസ്. അതെ ഓസ് ഒരിക്കലും അതായത് അതിങ്ങനെ ഫുള്ളി ഇങ്ങനെ കവറായിട്ട് കിടക്കും. അത് ഇങ്ങനെ കവറായി കിടന്നു കഴിഞ്ഞാൽ ഇതേമാതിരി ഇങ്ങനെ കവറായി കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേടാവത്തില്ല. അന്നേരം ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്ന നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കാർ വാഷൊക്കെല്ലാം നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് പല വിലയുടെ ഉണ്ട്. അതായത് ഈ ഒരു ക്വാളിറ്റി മാത്രമല്ല, 3-4 ക്വാളിറ്റി ഉണ്ട്. ഇതൊരു 50 രൂപ മുതൽ മീറ്ററിന് സ്റ്റാർട്ടിങ് വരും. പക്ഷേ 100 രൂപയുടെ 120 രൂപയുടെ ഒക്കെ ഉണ്ട്. പല ക്വാളിറ്റിയാണ്. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. ഏതാണ് മെറ്റീരിയൽ? ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. അതെ അത് എളുപ്പം ഡാമേജ് ആവില്ല. ഇത് ആണല്ലേ? അതെ. ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബാറോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് 3500, വെറും 3500 രൂപ, 5 കിലോയുടെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളിന്റെ ഉണ്ട്. നമുക്ക് ഏകദേശം 20ഓളം ബ്രാൻഡ് ഉണ്ട്. ഏകദേശം 20ഓളം ബ്രാൻഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതെന്ന് പറയുമ്പോൾ മാളിന്റെ ഐറ്റമാണ്. മാളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, JCB മാൾ. അത് ആ JCB മാള് ഈ പറയുന്ന 3500 തുടങ്ങി ഏകദേശം 20ഓളം ബ്രാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ അതിന്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഇതിൽ ഈ ബിറ്റ് എത്രയാണ്? 2 ബിറ്റ് വരും. ഒരു ഫ്ലാറ്റും ഒരു പോയിന്റും. എല്ലാത്തിലും നമുക്ക് 2 ബിറ്റ്. എല്ലാത്തിലും 2 ബിറ്റ് വരും. ആണല്ലേ? ഇതിന് വാറണ്ടി എങ്ങനെയാണ്? വാറണ്ടി ഇതിന് 6 മാസം സർവീസ് വാറണ്ടി. ഇതിന് ഈ ബാക്കിയുള്ള ബ്രാൻഡിലെല്ലാം 6 മാസം കമ്പനി വാറണ്ടി ഉണ്ട്. ശരി. 2500 രൂപ മുതൽ നമുക്ക് കാർ വാഷ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വെറും 2500 രൂപ മുതൽ. അതെന്ന് പറഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്തേ. അതായത് 4 ആംസിന്റെ 2 ബാറ്ററി ഉൾപ്പെടെയാണ് ഈ 2500 രൂപയ്ക്ക് കാർ വാഷ് കൊടുക്കുന്നത്. ഓപ്പൺ ചെയ്തേ. ഇതിനകത്ത് എന്തൊക്കെ വരുന്നത്? ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് വരുന്ന ഒരു ഷാമ്പൂ കണ്ട് വരുന്നുണ്ട്. നമുക്ക് ഷാമ്പൂ വേണമെങ്കിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഷാമ്പൂ അടിക്കാം. അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒരു ബാറ്ററി ഉണ്ട്, കൂടാതെ ഒരു ബാറ്ററി ഉണ്ട്. 2 ബാറ്ററി ഇൻബിൽറ്റ് ആണ്. അതിന്റെ അഡാപ്റ്റർ വരുന്നുണ്ട്. അതായത് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. ഇത് നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴേ എന്തെങ്കിലും വണ്ടിയുടെ ഗ്ലാസ്സിന് എന്തെങ്കിലും ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പുഴയിലോട്ടോ എവിടോട്ടെങ്കിലും വേണ്ടി ഇത് ഇടുക. ഇത് ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ അങ്ങോട്ട് ഇടുക. അതിനകത്തേക്ക് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഫിൽറ്ററും വരുന്നുണ്ട്. ഫിൽറ്ററും വരുന്നുണ്ട്. ഈ ഓസും വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് നമുക്ക് വണ്ടി വെക്കാൻ വളരെ ഈസി അല്ലേ. വെയിറ്റ് കുറഞ്ഞ സാധനമല്ലേ. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിലൊന്ന് കഴുകണം. അന്നേരം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പുഴയൊക്കെ ഉണ്ടെങ്കിൽ ആ പുഴയിലേക്ക് ഈ ഓസിന്റെ ഫിൽറ്റർ അങ്ങോട്ട് ഇടുക. ഒരു നിമിഷം കഴിയുമ്പോഴത്തേക്കിന് ഇത് ഇതാവും. കണ്ടില്ലേ? അല്ല, നമുക്ക് മാറ്റിയിടാം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു നോസിൽ വരുന്നുണ്ട്, നമുക്ക് മാറ്റിയിടാം. ഏത് ടിപ്സ് വേണമെങ്കിലും മാറ്റിയിടാൻ പറ്റും. അത് മാത്രമല്ല 2 ബാറ്ററി വരുന്നുണ്ട്. 4 ആംസിന്റെ 2 ബാറ്ററിയാണ് വരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ. നമുക്ക് 1/2 മണിക്കൂർ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ലൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സോളാർ പാനലുകാരില്ലേ, സോളാർ പാനൽ. ആ ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ വീടിന്റെ മേളിൽ ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിലേക്ക് ഇത് ഇടുക. ബക്കറ്റ് വെള്ളം കൊണ്ടുകൊണ്ട് ആവശ്യമില്ല. ആ ടാങ്കിലേക്ക് ഇടുക, നേരെ സോളാർ ക്ലീൻ ചെയ്യുക. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. അതുപോലെ മരുന്നില്ലേ, ഈ വലിയ പൊക്കത്തിലുള്ള ചെടികളില്ലേ, ആ ചെടിയിലൊക്കെ എന്ന് വെച്ചാൽ ബക്കറ്റിൽ മരുന്ന് കലക്കി വെച്ചിട്ട് ഇങ്ങനെ മേപ്പോട്ട് അടിച്ചാൽ മതി. അതുകൊണ്ട് ഈ ടിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ നേരെ മേളിലോട്ട് പോകുന്നത്. അങ്ങനെ കുറേ ഉപയോഗങ്ങളുള്ളൊരു സാധനം ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ടും വേണ്ടുന്ന ഒരു സാധനം തന്നെയാണ്. അത്ര എമൗണ്ടേ ഉള്ളൂ. 2500 രൂപ മാത്രം. 500 രൂപയേ ഉള്ളൂ അല്ലേ? അത് നമ്മളെ SR പവർ ടൂൾ സൂപ്പർ മാർക്കറ്റിൽ ഇത് മാത്രമല്ല, ഈ 2500 രൂപയിൽ തുടങ്ങി കൊമേഴ്സ്യൽ യൂസിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം കാർ വാഷുകളും ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതൊക്കെ നമുക്ക്. ഇത് ബുൾ എന്ന് പറഞ്ഞ ബുൾ ഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ
പിന്നെ 2000 വാട്ട്സിൻ്റെ കാർ വാഷാണ്. ഇത് വെറും 4999 രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. 5000 രൂപ അല്ലേ? 5000 രൂപ, 4999 രൂപ. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 2000 വാട്ട്സ് പവറാണ്. 130 ബാറുണ്ട്. കോപ്പറാണ്. 6 മാസ വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. കോപ്പർ വൈൻഡിങ് ആണ്. അതായത് നമുക്ക് കൊമേഴ്സ്യലായിട്ട് വീട്ടിലൊരു 2-3 വണ്ടിയോ അല്ല തറയോടോ മതിലോ ഒക്കെ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പിന്നെ മൂവിങ് ഉള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുമാണിത്. ഇത് 5000 രൂപ, 4999 രൂപ വരുന്നത്. അതെ അതെ, ശരി. ഇത് ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബക്കറ്റിനകത്താണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം പിടിക്കാനുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ ഇട്ടിട്ട് നമുക്ക് ബക്കറ്റിലേക്ക് ഇത് ഇടാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ടാപ്പിനകത്തായാലും കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കണക്ടർ ഉണ്ട്, ഒരു ഫിൽറ്ററും ഉണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫിൽറ്റർ ഉണ്ട്. പിന്നെ ഓസ് ഉണ്ട്, 5 മീറ്റർ ഓസ് ആണ്. 5 മീറ്റർ ഓസ്. പിന്നെ വെച്ചാൽ ഈ ഗണ്ണ് നമുക്ക് ഇത് ഷോർട്ട് ഗണ്ണാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇത്ര വലിപ്പമാക്കാൻ പറ്റും. വേണം കാണിച്ചു തരാം. ഉണ്ട്, ഇത്ര നീളത്തിലാക്കിയാൽ ചെയ്യാം. ഇത്ര നീളം വരെ കിട്ടും. പിന്നെ അതിൻ്റെ ഫോം ഗണ്ണുണ്ട്, ഷാമ്പു വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം ഗണ്ണുണ്ട്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 2000 വാട്ട്സ് ആണ്. 2000 വാട്ട്സ് ആണ്. 130 ബാർ പ്രഷറുണ്ട്. പിന്നെ 6 മാസ കമ്പനി വാറണ്ടിയോട് കൂടി ഫുൾ കോപ്പർ മോട്ടറാണ്. ഫുൾ കോപ്പർ വൈൻഡിങ് വരുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. ഇത്ര ഐറ്റംസിനാണ് ഈ 4999 രൂപ. ഇതിപ്പം നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുവാണ്. വില പിന്നീട് മാറ്റം വരും. ആണല്ലേ? ഇപ്പോൾ ഓഫറിലാണ്, ഓഫർ ഇട്ടിരിക്കുവാണ്. ഓക്കെ. ഈ ഓഫർ എത്ര ദിവസത്തേക്ക് ഉണ്ട്? നമ്മൾ ഈ വീഡിയോ ഇറങ്ങി 10 ദിവസത്തേക്ക് നമ്മൾ ഈ ഓഫർ റേറ്റ് കൊടുക്കും. വീഡിയോ കണ്ടുവരുന്നവർക്ക് ഈ ഓഫർ ഉണ്ട്. 4999 നിങ്ങൾ ചോദിച്ചു മേടിക്കുക. അതെ. സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കാർ വാഷ് ഉണ്ടെങ്കിൽ ആ കാർ വാഷിനകത്ത് ഈ അറ്റാച്ച്മെന്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. ഈ രീതിയിലേക്ക് നമ്മളിങ്ങനെ വാഷ് ചെയ്യുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ് അഴുക്കും പോവും. നോക്കിക്കോ, ഈ ഭാഗത്തൊന്നും ഒരു അഴുക്കുമില്ല. നല്ല രീതിയിലാണ് ഇത് ക്ലീൻ ആവുന്നത്. അത്യാവശ്യം ലെങ്തും കിട്ടും. നമുക്ക് എളുപ്പമുണ്ട്. അതെ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര നീളമല്ലേ ഉള്ളൂ. നമുക്കിത് പിന്നെ അവിടെ അങ്ങേറ്റം വരെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റൻഡർ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ എക്സ്റ്റൻഡർ നമുക്ക് ഇവിടെ പിടിപ്പിക്കുന്നതാണ്. ഇവിടെ പിടിപ്പിച്ചിട്ട് ഇത്രയും കൂടെ ലെങ്തിൽ പോകും. അതല്ല അതിന് നീളം കൂട്ടും. ഇതിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ 3 പീസായിട്ടാണ് വരുന്നത്. ഈ ഒരു ബെൻഡഡ് ലെൻസ് ഉണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ താഴെ നിന്നുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ പിടിപ്പിച്ചിട്ട് ഈ ടോപ്പിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് ബെൻഡാക്കാൻ പറ്റും. അതല്ല നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ വീണ്ടും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഗണ്ണെടുത്ത് ഇവിടെ പിടിപ്പിച്ചാൽ മതി. അന്നേരം നമുക്ക് അങ്ങ് എൻഡ് വരെ കിട്ടും. അതല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു എക്സ്റ്റൻഡറൂടെ വേണമെങ്കിലും മേടിക്കാൻ പറ്റും. പക്ഷേ ഇത് 3 പീസും കൂടെ വരുന്നത് ഇപ്പം നിലവിൽ നമ്മളിത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3000 രൂപയ്ക്കാണ്. ഇത് ഓൾ കേരളയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇത് 3 പീസും കൂടെ 3000 രൂപ. അത് ഇത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. കാരണം ഇതെന്ന് വെച്ചാൽ വെള്ളമില്ലേ, എപ്പോഴും ഇത് വെള്ളമായതിൻ്റെ പേരിൽ, വെള്ളമായിട്ട് ബന്ധമായതിൻ്റെ പേരിൽ നമ്മൾ ഇപ്പം സാധാരണ ഇരുമ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പ് പയ്യാൽ തുരുമ്പിക്കും. അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. ഇതെല്ലാം കോപ്പറാണ്. ഇതിൻ്റെ ത്രെഡ് ഭാഗങ്ങളെല്ലാം കോപ്പറാണ്. ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പാണ്. അന്നേരം അതുകൊണ്ടാണ് ഈ 3000 രൂപ വരുന്നത്. ഇത് സോളാറിൻ്റെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്കും അതിൻ്റെ കോൺട്രാക്ടർമാർക്കും എല്ലാം വളരെ ഉപകാരമാണ്. കാരണം ഇത് അവരും സാധാരണ ഇത് താഴെ നിന്ന് ഓസിട്ട് കാർ വാഷ് ഒക്കെയാണ് വെച്ചിട്ടാണ് അടിക്കുന്നത്. അന്നേരം ഇത്ര ഒരു ഇത് കിട്ടത്തില്ല. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മൾ അതെ ഇതിൻ്റെ അടിവശം നിങ്ങൾ നോക്കിക്കോ. ഒരു നീഡിൽ കണ്ടില്ലേ? ഇതുവഴിയാണ് ഈ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനകത്തൂടാണ് ഈ വെള്ളം കറക്റ്റായിട്ട് കണ്ടോ. ഈ രീതിയിലാണ്. ഈ ടയർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. അത് കാരണം ഇതിനൊന്നും ഡാമേജ് ഒന്നും വരത്തില്ല. ആ രീതിയിലാണ് വളരെ കൃത്യമായിട്ട് നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങേറ്റം വരെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനും പറ്റും. അത്രയ്ക്ക് നല്ല പ്രഷറിലാണ് വരുന്നത്. കാർ വാഷിൻ്റെ പ്രഷർ അനുസരിച്ചിട്ട് ഇതിനകത്ത് അത്രയും പ്രഷർ ഇതിനകത്ത് കയറി വരികയും ചെയ്യും. അറബാനയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് നമുക്കുള്ളത്. 3400 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ്. 3400 സ്റ്റാർട്ടിങ് വരുന്ന അറബാന ഏതാണ്? ഇതാണ്.
ഇതാണല്ലേ? ഇതെല്ലാം നല്ല ഹെവി ആയിട്ടുള്ള പിന്നെ മെറ്റൽ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന മൊത്തം വെറൈറ്റി ആയിട്ടുള്ള ഈ സിംഗിൾ വീലും ഉണ്ട്, ഡബിൾ വീലും ഉണ്ട്. അപ്പുറത്തിരിക്കുന്നതൊക്കെ ഡബിൾ വീലാണ്. നമുക്ക് ഇത് ഡബിൾ വീലിൽ വരുമ്പോഴേ ഇതാണ്ട് ഡബിൾ വീല് ഹെവിയാണിത്. അതെ, കണ്ടില്ലേ? ഹെവിയാണ്, നല്ല വെയിറ്റ് ഉള്ള സാധനം അല്ലേ? അതെ. ഇത് വരുമ്പം 5600 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഈ ഇരിക്കുന്ന എല്ലാം ഡബിൾ വീലാ. പല പല വെറൈറ്റികളുണ്ട്. പല സൈസിലും പല കമ്പനിയുടെയാണ്. ലാഡറിന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ സ്മാം പദ്ധതിയിൽ ലാഡർ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെന്ന് പറഞ്ഞാൽ ഈ ലാഡർ എന്ന് പറയുമ്പം 2150 രൂപയാണ് അതിന്റെ വില. 2150. അന്നേരം അത് നമ്മൾ സ്മാം പദ്ധതി പ്രകാരം വാങ്ങിക്കുവാണെങ്കിൽ ഇതിന്റെ 50% സബ്സിഡി കിട്ടും. ഈ 2150ന്റെ പകുതി പൈസ സബ്സിഡി അവർക്ക് കിട്ടും. അതല്ല, ഇതിപ്പോ ഈ 6 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 4600 രൂപയാണ് ഇതിന്റെ വില. 2300 രൂപ അവർക്ക് സബ്സിഡി കിട്ടും. 50% സബ്സിഡി. പക്ഷേ ആദ്യം അവർ ഇത് രജിസ്റ്റർ ചെയ്ത് ഫുൾ പേയ്മെന്റ് അടച്ച് വാങ്ങിക്കണം. പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ സബ്സിഡി വരത്തുള്ളൂ. സബ്സിഡി അക്കൗണ്ടിലോട്ട് വരും. ഇതിപ്പോ നമ്മുടെ കുടുംബശ്രീ അങ്ങനെ ഒരു കൂട്ടായിട്ട് മേടിക്കുകയാണെങ്കിൽ കൂട്ടാണെങ്കിൽ 80% ഗ്രൂപ്പായിട്ടാണ്. ഒരാളാണ് മേടിക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 50% വരെയുള്ള കാർഷിക ഉപകരണങ്ങൾ. പിന്നെ ബാക്കിയുള്ള ലാഡറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കോടെ മറ്റേ എവറസ്റ്റിന്റെ എല്ലാം ലാഡറുകളുണ്ട്. അതെല്ലാം നമുക്ക് അല്ലാതെ സബ്സിഡിയിലില്ല, അല്ലാതെ ലാസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതാണ്. ഇത് BSTയുടെ ഒരു പ്രോഡക്റ്റ് ആണ്, വീഡർ എന്ന് പറയും. അതായത് നമ്മുടെ വീട്ടിലെ ഈ പിന്നെ കൃഷി ചെയ്യുന്നതിന്റെ ഇടയിലൊക്കെ പോച്ചൊക്കെ കയറത്തില്ലേ, കളയ. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടന്നിട്ടേ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതെന്ന് പറയുമ്പം 174 cc ആണ്. 174 cc 3.5 HP പിന്നെ പെട്രോൾ എഞ്ചിനാണ്. 4 സ്ട്രോക്ക് ആണ്. ഇതെന്ന് പറയുമ്പം 1 വർഷ വാറണ്ടി ഉണ്ട്. കൂടാതെ ഇതിന്റെ വില എന്ന് പറയുമ്പം 55,000 രൂപ. പക്ഷെ അതിന്റെ പകുതി 55,000ന്റെ പകുതി സബ്സിഡി കിട്ടും. സബ്സിഡി ആയിട്ട് കിട്ടും. അതെന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഇത് മേടിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ബാലൻസ് പകുതി പൈസ തരും. ആദ്യം നമ്മൾ ഫുൾ പേയ്മെന്റ് അടച്ച് വാങ്ങിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ റെഡിയാക്കി? അല്ല, നമ്മൾ റെഡിയാക്കി. സബ്സിഡി കിട്ടേണ്ട കാര്യങ്ങളെല്ലാം അല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. സബ്സിഡി എല്ലാം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ്. കാർഷിക ഉപകരണങ്ങൾ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാം പദ്ധതി പ്രകാരം ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കിത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്ത് അവർ ഇതിന്റെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ സബ്സിഡി അനുവദിക്കുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇത് ആർക്കാണോ, ഏത് കർഷകനാണോ ഇത് എടുക്കുന്നത്, അവരുടെ 1 സെന്റ് വസ്തുവിന്റെയെങ്കിലും ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കരംതീർത്ത രസീത്, ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസിൽ ഒരു ഫോട്ടോ, ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, അവരുടെ സബ്സിഡി വരാൻ വേണ്ടി ഫ്രണ്ട് പേജിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പി, ഈ 4 കൂടെ ഞങ്ങളുടെ ഇവിടെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇത് രജിസ്റ്റർ ചെയ്തിടും. വാങ്ങാൻ വരുമ്പോൾ അവർ ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അല്ല, ഇത് അതെ അല്ല, ആദ്യം വന്ന് ഇത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് ഇത് സെലക്ട് ചെയ്ത് അപ്രൂവൽ ആയെങ്കിലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ല, എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് BSTയുടെ ഇത് മാത്രമല്ല, ഇത് തുടങ്ങുന്ന ഈ 3.5ന്റെ HP തൊട്ട് ട്രാക്ടർ വരെ പിന്നെ ഈ BSTക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബ്രഷ് കട്ടർ, ഈ തൂക്കിയിട്ടിരിക്കുന്ന ബ്രഷ് കട്ടറുകൾ കണ്ടില്ലേ, പോച്ചടിക്കുന്ന മെഷീനില്ലേ, അവിടെ തൂക്കിയിട്ടിരിക്കുന്നില്ലേ, ആ ബ്രഷ് കട്ടറുകളെല്ലാം പിന്നെ ആ സബ്സിഡി ഉള്ളതാണ്. അത് ഓരോ ഇപ്പൊ 24,000ന്റെ ആണെന്നുണ്ടെങ്കിൽ 12,000 രൂപ അവർക്ക് കിട്ടും. അങ്ങനെ 30,000-നാണെങ്കിൽ 15,000 രൂപ അവർക്ക് കിട്ടും. ഇതെല്ലാം 1 year വാറണ്ടിയാണ് BSTയുടെ പ്രോഡക്റ്റ്. ഇത് കൂടാതെ സ്റ്റില്ല്, അസ്കോർണ, പിന്നെ ഐബല്, ഈ പ്രോഡക്റ്റിന്റെ എല്ലാം കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ഇവിടെ ഈ സ്മാം പദ്ധതി പ്രകാരം ഉണ്ടല്ലേ? അപ്പൊ ഒട്ടുമിക്ക എല്ലാ കാർഷിക ഉപകരണങ്ങൾ കംപ്ലീറ്റ് ഏകദേശം ലീഡിംഗ് കമ്പനികളുടെ എല്ലാം നമുക്ക് 50% മുതൽ 80% ലഭ്യമാണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ബ്രഷ് കട്ടറാണ്. ബ്രഷ് കട്ടർ എന്ന് പറഞ്ഞാൽ ഈ തൂക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതേ, നമ്മളൊരു ബെൽറ്റിൽ ഇങ്ങനെ കൊണ്ടു നടന്നില്ല അടിക്കുന്നത്. അന്നേരം ഈ ഇതിന്റെ ജോലി ചെയ്യുന്നവർക്ക് തോൾവേദനയും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 2 ടയറും ഈ ഇത് കൂടെ വരുന്ന ഒരു സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഏത് മെഷീൻ ഏതും ആയിക്കോട്ടെ, ഏത് കമ്പനിയുടെ ആയാലും, ഇപ്പൊ ടോട്ടലിന്റെ ആയാലും ഐബലിന്റെ ആയാലും വേറെ ഏത് കമ്പനിയുടെ ആയാലും, ഇത് BSTയുടെ ആയാലും സ്റ്റില്ലിന്റെ ആയാലും ഏതായാലും നമ്മൾ ഇതിലേക്ക് ഇതാണ്ട് ഈ 2 നട്ട് ബോൾട്ട് ഇല്ലേ, ഈ ക്ലാമ്പ് വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്യും. അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കൊണ്ടു നടന്നിട്ടേ ഈ പോച്ച ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചങ്ങ് പോയാൽ മതി. അന്നേരം നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ലേഡീസിനോ ആർക്ക് വേണമെങ്കിലും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റേത് ഇങ്ങനെ നല്ല വെയിറ്റ് അല്ലേ. അതെ, അന്നേരം ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ഈ സ്റ്റാൻഡിന്റെ മാത്രം വില എന്ന് പറഞ്ഞാൽ 4,500 രൂപ. അത് നമ്മൾ ഓൾക്കാർ ഡെലിവറി ചെയ്യുന്നുണ്ട്.
അതിൻ്റെ കൊറിയർ ചാർജ് എത്രയാണോ അത് ഒരു 200 രൂപ കൊറിയർ ചാർജ് വരും. അത്രേ വരത്തുള്ളൂ. ഇതിന് നമുക്ക് എന്താ അറ്റാച്ച് ചെയ്യാനും പറ്റും. അറ്റാച്ച് അത് കാര്യം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പോച്ചയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ലാഭകരം. കാര്യം ഒരു സ്റ്റെയിൻ ഇല്ലാതെ ഇത് അടിക്കാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും. ഇങ്ങനെ ഏതിപ്പോൾ അവരുടെ കയ്യിൽ ഒരു ബ്രഷ് കട്ടർ ഉണ്ടെന്ന് വെച്ചോ, അത് അവർക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. അതിനിപ്പോൾ കമ്പനി ഒന്നുമില്ല, ഇത് കോമൺ ആണ്. പിന്നെ നമ്മൾ പവർ വീടിന്റെ കാര്യം പറഞ്ഞല്ലോ. പവർ വീട് 55,000 താഴോട്ടുള്ളതുണ്ടോ? ഇല്ല, ഇത് ലാസ്റ്റ് ഇല്ല, 55,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിന് VST-യുടെ VST-യുടെ ആണ് നമ്മളത് ചെയ്യുന്നത്, വീടർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കാർഷിക ഉപകരണങ്ങൾ, ഇത് അതുല്യ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, അതുല്യ ഇടുക്കിയിലാണ് ആ കമ്പനി. അവരുടെ പ്രോഡക്റ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു തൂമ്പയാണ്. അവരുടെ ഒരു പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നട്ട് ബോൾട്ടാണ്. ഇതിപ്പോൾ നാളെ ഇതിന്റെ പിടി ഒടിഞ്ഞെന്ന് വെച്ചു, പിടി ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു സ്പാനർ വെച്ച് ഇളക്കുക, അത് പിടിയിടാം. പിന്നെ ആപ്പ് അടിക്കുക, നമ്മൾ കാർപ്പൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യുമോ, അതൊന്നും ആവശ്യമില്ല. മാത്രമല്ല ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വാത്തലുണ്ടല്ലോ, ഇത് അടിക്കുന്നതിന് വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ആ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് രാഗിയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ. അന്നേരം ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിനും പോകണ്ട, കാർപ്പൻ്റെ അടുത്തും പോകണ്ട, നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യും. മാത്രമല്ല ഈ കുടുംബശ്രീക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കാൻ വേണ്ടിയാണ് ഒരു ഗ്രിപ്പുണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇതിന് പിടിക്കാൻ പറ്റിയത് അതൊരു ഫാൻസി തൂമ്പയാണത്. അവരുടെ ഇത് മാത്രമല്ല, കോടാലി, പിന്നെ അവരുടെ ഇതേമാതിരി കളമാന്തി, ഇതൊക്കെ ഫാൻസി തൂമ്പകളാണ്. വീട്ടിലെ ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, ചെടിത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചാൽ നമുക്ക് കളയൊക്കെ മാന്തി കളയാൻ പറ്റുന്നത്. അന്നേരം അതിന്റെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പിടിയൊടിയുന്ന ഒരു പ്രശ്നമാണ്. എല്ലാത്തിന്റെ അവരുടെ പ്രോഡക്റ്റ് എല്ലാം നട്ട് പോലത്തെ. നമുക്ക് ചെറിയ കളമാന്തി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി എല്ലാത്തിനും അതെ ഒരു ഗ്രിപ്പ് ഉണ്ട്, നമുക്ക് പിടിക്കാനുള്ള ഒരു സൗകര്യാർത്ഥം. ആ രീതിയിലാണ് അവരുടെ പ്രോഡക്റ്റുകൾ ഇരിക്കുന്നത്. അന്നേരം അതിലെ ഇൻഡസ്ട്രീസിന്റെ ഫുൾ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരു റെന്റേ ഷോപ്പ് നടത്തുന്ന ആള്, പവർ ടൂൾസ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കടകളിൽ പോയിട്ടാണ് ഈ ഐറ്റംസ് മൊത്തം വാങ്ങിക്കുന്നത്. നമ്മൾ SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു കൊടക്കയിൽ. അതായത് ഇപ്പോൾ അവർക്ക് കൊട്ട വേണമെങ്കിൽ ഇവിടെ കൊട്ടയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഹാർഡ്വെയർ ടൂൾസ് എന്ന് പറയുമ്പോൾ ഇത് തൂമ്പ, ഷവല്, മമ്മട്ടി, കോടാലി, മമ്മട്ടി, അങ്ങനെ ആ പറയുന്ന ഇടിതടി, അങ്ങനെ പറയുന്ന ഹാർഡ്വെയർ കംപ്ലീറ്റ് ഉണ്ട്. തോട്ടി ഉൾപ്പെടെ ഉണ്ട്. അത് നീട്ടി പോകാം. ഏകദേശം നമുക്ക് 9 മീറ്റർ വരെ പൊക്കം കിട്ടും. പിന്നെ അതുകൊണ്ട് ഈ ചട്ടികള്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങ, കേക്കുമാർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഐറ്റമാണ്. ഇത് തേങ്ങ പതിക്കുന്ന സാധനമാണ്. കേക്കുമാറിന്റെ അവരുടെ പ്രോഡക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു തേങ്ങ പതിക്കുന്ന സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 മാസം കഴിയുമ്പോൾ അതിന്റെ പണി കഴിയും. ഇതെന്ന് പറഞ്ഞാൽ ആജീവനാണ്. ഇത് കണ്ടില്ലേ, ഹെവിയാണ്. ഇതെല്ലാം അവരുടെ എല്ലാ പ്രോഡക്റ്റും ഹെവി പ്രോഡക്റ്റുകളാണ്. അവരുടെ തന്നെ ബാക്കി ഇതുകൊണ്ട് കുറേ പ്രോഡക്റ്റ് ഞാൻ അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചത്. ഇതല്ല, ഇതെന്ന കേക്കുമാർ ബ്രാൻഡിന്റെ, അതായത് വാറണ്ടി ഉള്ള ഐറ്റംസ് ആണ്. അതായത് ഈ നമ്മുടെ റെയിലിന്റെ ആ പാള ഉപയോഗിച്ചാണ് ഇവർ ഈ ഐറ്റംസ് എല്ലാം നിർമ്മിക്കുന്നത്. അതായത് ആ ഉരുക്കിലാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് അതിന് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ ആജീവനാന്തകാലം അത് ഉപയോഗിക്കാൻ പറ്റും. ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. കംപ്ലീറ്റ് സാധനമുണ്ട്. ഈ കണ്ടില്ലേ, ഈ റേഞ്ച് കാണുന്നില്ലേ, ഇറച്ചി വെട്ടുന്ന ആ മെഷീൻസ്, ഇറച്ചി വെട്ടുന്ന ഇതില്ലേ, അതാണ്ട് ഇത് ഇറച്ചി വെട്ടുന്നതാണ്. സാറിന് ചിലർ മെഷീനകത്തൊക്കെ വെച്ചില്ലേ ഇറച്ചി വെട്ടുന്നത്. ഇത് നമ്മുടെ ഹാൻഡ് ഇറച്ചി. ഇത് അങ്ങനെ കംപ്ലീറ്റ് റേഞ്ച് ഉണ്ട്. അവരുടെ കോടാലി, മമ്മട്ടി, ഇത് അവരുടെ ഒരു മമ്മട്ടിയാണ്. ഇത് കണ്ടില്ലേ, ഇതിനകത്തൂടെ സ്റ്റീല് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നട്ട് ബോൾട്ട് ചെയ്തിരിക്കുക. ഇതിപ്പോൾ ഇത് ഒടിഞ്ഞു പോയാലും ഇത് ഒടിയത്തില്ല. ആ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ കോടാലി കണ്ടില്ലേ, ഇതിനകത്ത് കണ്ടോ. ഇപ്പോൾ സാധാരണ കോടാലി എന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരൻ 2-3 ദിവസം അതിൻ്റെ പിടി ഒടിയും. ഇതെന്ന് പറയുമ്പോൾ ഈ സാധനം കണ്ടില്ലേ, ഇത് നേരെ അങ്ങ് മേളിൽ പോയിട്ട് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിരിക്കുക. ഒരു കാരണവശാലും അതിന്റെ പിടി ഒടിയത്തില്ല. ഇടയ്ക്ക് സ്റ്റീൽ കയറ്റിയിരിക്കുക. സ്റ്റീൽ കയറ്റി ഇത് ഫില്ല് ചെയ്തിരിക്കുകയാണ്. കേക്കുമാറിന്റെ ഐറ്റംസ് ഓൾ കേരള പിന്നെ എല്ലാ പ്രധാനപ്പെട്ട ഷോപ്പുകളിലും ഉണ്ട്. നമ്മൾ അതിന്റെ ഓതറൈസ്ഡ് ഡീലറാണ്. എല്ലാം നമുക്ക് ലോ പ്രൈസ് തന്നെ കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇതിന് അവർക്കൊരു അത് ഞാൻ പറഞ്ഞില്ല, അവർക്കൊരു MRP ഉണ്ട്. ആ MRPയിലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. കമ്പനിയാണ് അവർ വില ഇട്ടേക്കുന്നത്. നമുക്ക് ചെറിയൊരു മാർജിൻ മാത്രമേ ഉള്ളൂ. അത് ആ MRP
പ്രൈസ്. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയതാണ്. അതെ 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 അതെ. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചെടുത്തിട്ട് വേറെ കൊടുക്കുമല്ലോ. അത് നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ചിട്ടുണ്ടല്ലോ, പോച്ച അടിച്ചുള്ള സാധനമാണ് അതാണ്. അതേമാതിരി അതാണ് ഈ ചക്ക തന്നില്ലേ, ചക്ക കട്ട് ചെയ്യുന്ന സാധനമാണ്, കരിക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ അവർക്കുണ്ട്. പല വെറൈറ്റിയിലുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അവരുടെ. ഇതൊക്കെ ഈ പുള്ളികളൊക്കെ കണ്ടില്ലേ, നമുക്ക് ഹെവി ആയിട്ടുള്ള കപ്പികൾ, പിന്നെ നമ്മുടെ ഈ ആട്ടുതൊട്ടിലില്ലേ, ആട്ടുതൊട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ചങ്ങലകളത് ചെയിനുണ്ടല്ലോ, ഹെവി ചെയിനുകൾ. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടില്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പറഞ്ഞാൽ നമ്മുടെ സ്കഫോൾഡിംഗ് ഇല്ലേ, സ്കഫോൾഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സൈഡിൽ വെക്കുന്ന ഒരു പിന്നാണ്, ലോക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതൊന്നും എല്ലാ കടകളിലും ലഭ്യമല്ല. അതുപോലെ അതെ അതെ, ഹാർഡ്വെയർ എല്ലാ ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കഫോൾഡിങ്ങിന്റെ പൈപ്പ് ലോക്ക് ചെയ്യുന്നത്, വലിയ ബിൽഡിങ്ങിലൊക്കെ പൈപ്പ് ഇടത്തില്ലേ, അങ്ങനെ അത് മൂവിങ് ടൈപ്പ് ഉണ്ട്, മൂവിങ് അല്ലാത്ത ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഹാർഡ്വെയർ ഐറ്റം, ടൂൾസ്, ഹാർഡ്വെയർ A to Z ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ പെയിന്റിങ്ങിന്റെ ബ്രഷുകൾ. പിന്നെ ഈ സൈഡിലോട്ട് പോയി, ഈ സൈഡിൽ കൂടെ നമുക്ക് കയറാം. ഇവിടുന്ന് കഴിഞ്ഞാൽ ഈ ഇതിന് നമ്മളിവിടെ കരണ്ടി എന്നാണ് പറയുന്നത്, കൊലശ്ശേരി കരണ്ടി, തേപ്പ് കരണ്ടി എന്നൊക്കെ പറയുന്നത്. മേസന്മാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഇതാണ് തെങ്ങ് കയറുന്ന മെഷീൻ. അതെ ഉണ്ട്. തെങ്ങ് കയറുന്നത് നമുക്ക് 3000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാം ഇതുകൊണ്ട് ഏറ്റവും മേളിലോട്ട് നോക്കിയാൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് വീല്, ട്രോളി വീൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കഫോൾഡിങ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു അലമാര പണിഞ്ഞു കഴിഞ്ഞാൽ ആ അലമാരയുടെ അടിയിൽ ഒരു 4 ഇത് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ കട്ടിൽ 4 വീല്, കംപ്ലീറ്റ് റേഞ്ചിലുള്ള വീലുകളും നമ്മുടെ കയ്യിലുണ്ട്. പലരും ഇത് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അത് ഇതൊന്നും എല്ലായിടത്തും ഒന്നും കിട്ടുന്ന കാര്യമല്ല. കാര്യം ഇത് ഹെവിയാണ്. അതായത് വെയിറ്റ് അനുസരിച്ചിട്ട് എത്ര ലോഡ് വരുന്നോ ആ ലോഡ് അനുസരിച്ചാണ് അതിന്റെ ഇതിന്റെ കപ്പാസിറ്റി ഉള്ള വീലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ അതാണ് ഇവിടെ തന്നെ ഇത് നമ്മൾ നോർമലായിട്ട് വരുന്ന ഈ കത്തികൾ അല്ലേ, പുല്ല് വെട്ടാനുള്ള കത്തികൾ, ഗൂഗിൾസ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഹാമറിന്റെ ഐറ്റം. ഞാൻ ഒരു ഹാമറിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഏറ്റവും ചെറിയ ഹാമർ മുതൽ ഏറ്റവും വലുത് നമ്മുടെ കയ്യിലുള്ള 20 LB വരെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലായിടത്തും ഉള്ള ഹാമർ എന്ന് പറയുമ്പം എളുപ്പം ഇത് ചതഞ്ഞു പോകും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പർ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന കമ്പനിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് എത്ര അടിച്ചു കഴിഞ്ഞാൽ, ഇത് എത്ര പാറയിൽ അടിച്ചാലും ഇത് ചതഞ്ഞു പോകത്തില്ല. ടൂൾസ് കടക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ സൊല്യൂഷൻ കാണുന്നത്. അന്നേരം പല ടൂൾസ് കടക്കാരും പറഞ്ഞിരുന്നു ഇത്, അല്ലെങ്കിൽ പിന്നെ ഇത് പാറ പൊട്ടിക്കുന്ന പണിക്കാരൊക്കെ പറഞ്ഞു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് പൊട്ടിപ്പോകുന്നു, ചതഞ്ഞു പോകുന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്തു, അത് ടെമ്പർ ചെയ്ത സാധനം ഇറക്കി. അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പിടിയുടെ പ്രശ്നം വന്നത്. പിടിയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്കിന് നമ്മൾ ഇത് പോളിക്കോണിന്റെ പൈപ്പാണ്. ഈ പൈപ്പ് ഇതാണ് ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയിട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഏതിനും ഉപയോഗിക്കാം. അത് ചെറുതിനൊക്കെ ആണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ ആ സൈസ് ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഈ സാധനം ഇത് ഫ്ലെക്സിബിളാണ്. അന്നേരം അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഹാമറും ഉണ്ട്, അതിൻ്റെ പൈപ്പും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഹാർഡ്വെയർ ഐറ്റംസ്, ഈ കാണുന്ന കംപ്ലീറ്റ് ഐറ്റം ആ റേഞ്ചിലുള്ള സാധനവും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഹാമറിന്റെ ഒരു സ്റ്റോക്കാണ് ഇരിക്കുന്നത്. അതെ, അതിന്റെ സ്റ്റോക്കാണ്. പിന്നെ ഈ ഇരിക്കുന്ന മൊത്തം സ്ക്രൂവും ഹാർഡ്വെയർ ഐറ്റംസ് ആണ്. നമ്മുടെ ഈ ചിസിലുകൾ, ഈ കാർപ്പൻറ്ററിന്റെ ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ബൂട്ടുകൾ, ഈ ഇരിക്കുന്ന എല്ലാം, അതായത് ഹാർഡ്വെയർ ഐറ്റം കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടർ ബിറ്റാണ്. ഈ കാർപ്പൻറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ മനസ്സിലുള്ള ഡിസൈൻ കൊത്തണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നമുക്ക് ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ. ഈ ഡിസ്പ്ലേ അനുസരിച്ചുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അന്നേരം അവരുടെ മനസ്സിലൊരു ആശയം കാണും, ഇന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. അന്നേരം അതിനുള്ള ബിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്നുണ്ട് എംടെക്സിൻ്റെ വലിയൊരു ഗംഭീര കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അവരുടെ മനസ്സിലുള്ള ഡിസൈൻ ഏതാണോ അത് വർക്കൗട്ട് ആക്കുന്ന രീതിയിലുള്ള ഇതുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഐബലിൻ്റെ 160-17 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിനെന്ന് പറയുമ്പോൾ 1 year വാറണ്ടി ഉണ്ട്. നമ്മളിപ്പോൾ 1 വർഷം വാറണ്ടി ഉണ്ട്. നമ്മളിപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 4300 രൂപ മുതലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4300 മുതൽ ഐബലിൻ്റെ മെഷീൻ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിൽ ഇരിക്കുന്ന മൊത്തം ഐബലിൻ്റെ ബിൽഡിംഗ് മെഷീൻ്റെ കളക്ഷനാണ്. ഈ ഇരിക്കുന്ന മൊത്തം ഇതൊക്കെ നമുക്കിപ്പോൾ ഓൺലൈൻ പ്രൈസിനെക്കാട്ടും കുറവായിരിക്കുമല്ലോ സാർ. ഓൺലൈൻ പ്രൈസ് ഏകദേശം ഇതായിരിക്കും, നമുക്ക് ആ ഒരു സിമിലർ പ്രൈസ് തന്നെ ആയിരിക്കും. എന്നാൽ അത് ഈ മേളിൽ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേജ് അനുസരിച്ച് അതിന് ആംപിയറിൽ വ്യത്യാസം വരും. അതേമാതിരി പിന്നെ പ്ലാസ്മ കട്ടർ, അതേമാതിരി മിഗ്, ടിഗ്, എല്ലാ വെറൈറ്റി മെഷീൻസും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സായിയാണ്. സായിയുടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കണ്ട ഈ
മിനി 200 എന്ന് പറയുന്ന മോഡലുണ്ട്. അതിന് നമ്മളിപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5550 രൂപയാണ്. 5550 രൂപ അല്ലേ? അതെ. അതിന് എങ്ങനെ വാറണ്ടി? അതിനും ഇതിനും 6 മാസം വാറണ്ടി ഉണ്ട്. 6 മാസം വാറണ്ടി, ഒരു വർഷത്തെ വാറണ്ടി അല്ലേ? ഇതെല്ലാം നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം എല്ലാം IGBT ടെക്നോളജിയാണ്. അന്നേരം അതിന് ഈ നേരത്തെ മാതിരി കറണ്ട് കൂടുതൽ എടുക്കത്തില്ല. വളരെ ലൈറ്റായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സൗകര്യമുണ്ട്. പിന്നെ അന്നേരം കംഫർട്ടബിൾ ആണ്, പണിക്കാരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആണ്. നമുക്ക് ആഫ്റ്റർ വാറണ്ടി നമുക്ക് ഇവിടെ വാറണ്ടി ഉണ്ട്, സർവീസും ഉണ്ട്. കൂടാതെ ഈ ടോഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലേ മേളി, ടോഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് ഗ്ലോബല് എന്ന് വെച്ചാൽ ഒരു കുറെ കമ്പനികൾ നമ്മുടെ കയ്യിലുണ്ട്. അതാ കസ്റ്റമർ വന്നു കഴിഞ്ഞാലേ അവരുടെ കയ്യിൽ ഉള്ള പൈസ അനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെയുള്ള ഐറ്റം ഉണ്ട്. അതായത് കസ്റ്റമർക്ക് അവർക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അതെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ 5 കിലോയുടെ പവർ ടെക്സിന്റെ പുതിയ ലോഡ് വന്നതാണ് അതിന്റെ ഐറ്റം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രൈ വാൾ സാൻഡർ എന്ന് പറയും, നമ്മുടെ പെയിന്റർമാർ ഉപയോഗിക്കുന്ന ഐറ്റംസ്. അതായത് 7 ഇഞ്ച് 9 ഇഞ്ച് ഡ്രൈ വാൾ സാൻഡർ നമുക്ക് 4999 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. വാറണ്ടി ഉള്ള ഐറ്റം തന്നെ. ഏകദേശം 6-7 കമ്പനിയോളം നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം വാറണ്ടി ഉള്ള ഐറ്റംസ് ആണ്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈവർ സാൻഡറിന്റെ തന്നെ പുട്ടി സാൻഡർ ഉള്ളതുണ്ട്. അതും പല കമ്പനികളുടെ ഉണ്ട്. അതുകൊണ്ട് പോളിമാർക്ക് അത് ഇതെന്ന് പറയുമ്പോൾ ടൈൽ വൈബ്രേറ്ററാണ്. പോളിമാർക്കിന്റെ ഈ മേസ്ത്രിമാർക്കൊക്കെ ടൈല് പിന്നെ വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുട്ടി മിക്സറുകളാണ്. പുട്ടി മിക്സർ ഈ ഇപ്പൊ കാണുന്നുണ്ടല്ലേ, ഗ്ലോബല്, പവർ ടെക്സ്, പോളിമാർക്ക്, ഡോങ്ജങ്, ഐബല്. പിന്നെ ഇത് ഫിനിഷിംഗ് സാൻഡറുകളാണ്. ഇതിവിടെ ജിക്സയാണ്. ഇതിപ്പോൾ മുകളിൽ കണ്ടില്ലേ, സൂപ്പർ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണത്. അവിടെ നമ്മുടെ ചെയിൻസ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് കട്ട്, അതായത് ചെയിൻസ് നമുക്ക് 5300 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 5300 മുതൽ ഏകദേശം 35,000, 40,000, 50,000 വരെയുള്ള ചെയിൻസേ ഉണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് അത്യാവശ്യം വീട്ടിലൊരു ആവശ്യത്തിനൊക്കെ ഒരു കൊമേഴ്ഷ്യൽ അല്ല, ഡൊമസ്റ്റിക് പർപ്പസിലാണെങ്കിൽ ഈ 5300 ആവശ്യമുള്ളൂ. പക്ഷെ അതിനകത്ത് ആ കറക്റ്റായിട്ട് 1 ലിറ്റർ പെട്രോളിന് 40 ml ഓയിൽ എന്നുള്ളത് കറക്റ്റായിട്ട് അനുപാതത്തിൽ ഒഴിക്കണം. ഒഴിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ല, അതിന് വാറണ്ടി ഇല്ല. വാറണ്ടി വരുമ്പോൾ ഒരു 10-12 രൂപയൊക്കെ അതിന് മുകളിലോട്ട് വന്നു കഴിയുമ്പോഴേ വാറണ്ടി വരത്തുള്ളൂ. ഈ ഇരിക്കുന്ന കണ്ടില്ലേ, സൂപ്പർ സ്റ്റീലിന്റെ ടോപ്പർ, എക്സ്ട്രാ പവർ, ഐബലിന്റെ തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കണ്ടോ, അതെല്ലാം ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് റെയിൻബോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാർ വാഷിന്റെ നോക്കി, കാർ വാഷ് നമുക്ക് വലിയൊരു കളക്ഷനാണ് ഉള്ളത്. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് കാണിച്ചായിരുന്നല്ലോ. അതായത് 2500 മുതൽ നമുക്ക് തുടങ്ങുക. 2500 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3500, 3500 കഴിഞ്ഞാൽ 4500, 5500, അങ്ങനെ ഇങ്ങോട്ടൊരു കളക്ഷൻ. ഒരു ഈ ഇരിക്കുന്ന മൊത്തം നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനുള്ളതാണ് ഈ ഇരിക്കുന്ന കാർ വാഷുകളെല്ലാം. ഇവിടെ തൊട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസ് തുടങ്ങും. പ്രഷർ വാഷ്, അതായത് നമ്മുടെ എന്തെങ്കിലും പണിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു 16,000 രൂപ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം 6 മാസം വാറണ്ടി ഉള്ളതും സ്പെയർ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഹെവി കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള മെഷീൻസ് ആണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐബലിൻ്റെ നിങ്ങൾ നോക്കിക്കോ, ചെറുത് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് റേഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. ഐബലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? കാരണം എന്ന് വെച്ചാൽ അത് 6 മാസം ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ട്. കൂടാതെ നമുക്ക് ലൈഫ് ലോങ് ഓൺ സൈറ്റിൽ വന്ന് സർവീസ് ചെയ്യും, പേ ചെയ്യണമെന്നേ ഉള്ളൂ. ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട്. അപ്പോൾ അതായത് അത് പറയാം, മെഷീൻ ഉള്ളിടത്തോളം കാലം അവർ വന്ന് സർവീസ് ചെയ്യും, അതിന് നമ്മൾ പേ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ വേറൊരു കമ്പനിയും അങ്ങനെ ഓൺ സൈറ്റ് വന്ന് ചെയ്യുന്നില്ല. പിന്നെ വേറെ അത് ഈ കമ്പനികളെല്ലാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ കാണുന്ന എല്ലാ കമ്പനിയും വെച്ചാൽ 6 മാസം വാറണ്ടി ഉള്ളൂ. പക്ഷെ എറാടെക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഈ എറാടെക് ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടോ? ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കും. മറ്റെല്ലാം 6 മാസം. ഇതിന്റെ റേഞ്ച് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ET 447 എന്ന് പറയുന്നൊരു മോഡൽ, അത് 9200 രൂപയാണ്. 9200. പക്ഷെ അവർ 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. നല്ല ഹെവി പ്രോഡക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് ഒരു കാർ വാഷ് നമ്മൾ ഒരുപാട് റേഞ്ച് ചെയ്യുന്നുണ്ട്. ബീറ്റാലി ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗോഞ്ചങ്, ഐഡിയൽ, ഈ സ്റ്റില്ലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം വണ്ടിപ്പെരിയാർ സ്റ്റേറ്റ് ഹൈവേയിൽ ഭരണിക്കാവിനും
കടമ്പനാടിനും ഇടയിൽ 7 മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ്. മൾട്ടി ബ്രാൻഡാണ്, നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. അന്നേരം അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, അവധി ദിവസങ്ങളിൽ നമുക്ക് വർക്കിംഗ് ആണ്. കൂടാതെ നമ്മുടെ EMI ഫെസിലിറ്റി ഉണ്ട്. EMI ഫെസിലിറ്റി ഉണ്ട്, കൊറിയർ സർവീസ് ഉണ്ട്. ഇതിപ്പോൾ ഓൺലൈനിൽ കാണുന്ന എവിടെ ഇരുന്ന് കാണുന്നോ അവർക്ക് അവിടെ സാധനം എത്തും. ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വാക്വം ക്ലീനറുകൾ, വാക്വം ക്ലീനർ കണ്ടില്ലേ, നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇത് ചെയ്യാനുള്ള ഇതൊക്കെ ഹെവി കാർ വാഷാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ജാക്ക് ക്യാമറ മുമ്പേ അവിടെ ഉപയോഗിച്ചല്ലോ, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് ഡിസ്പ്ലേ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ അവർക്ക് അത് ഇവിടെ ഓണാക്കി നോക്കിയിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് ഇവിടെ നിന്ന് ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്ന 3 കിലോയാണ് തുടങ്ങുന്നത്. 3 കിലോ, 5 കിലോ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് 7 കിലോ, ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇത് 11 കിലോ, ഈ ലാസ്റ്റ് വരുമ്പോഴത്തേന് വലിയ സ്ലാബ് പൊട്ടിക്കുന്ന 16 കിലോ വരെ. അത്യാവശ്യം കോൺക്രീറ്റ് ഒക്കെ പൊട്ടിക്കാനുള്ള ഹെവി വരുമ്പോഴത്തേക്ക് എത്ര റേഞ്ച് വരെ വരും? നമുക്ക് ഈ 3500 മുതൽ ഇത് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് പിന്നെ ബ്രാൻഡ് അനുസരിച്ച് വില വ്യത്യാസം വരും. കാര്യം മാള് അങ്ങനെയുള്ള പിന്നെ അത് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട് വില മാറി വരും എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം 6 മാസം വാറണ്ടിയുള്ള ഐറ്റംസ്, എല്ലാത്തിനും 6 മാസം വാറണ്ടിയുള്ളതാണ്. വില കുറഞ്ഞ ഐറ്റത്തിന് ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ നമ്മൾ റെന്റ് ഷോപ്പ് നടത്തുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഇത് വാങ്ങിയെന്ന് വെച്ചോ, ഇപ്പോൾ അവർക്ക് ഗ്യാരണ്ടി ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി അവർക്ക് എത്ര ദിവസം ഇവിടെ അയച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട്? നമ്മൾ മാക്സിമം ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് സ്പെയർ അവൈലബിൾ ആണ്. ഏകദേശം എല്ലാ സാധനം തന്നെ സ്പെയർ അവൈലബിൾ ആണ്. 3 ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പെയർ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്പെയർ വരുന്ന ഒരു താമസം വരും, അതേ ഉള്ളൂ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടർ പ്ലെയിൻ, അത് കാർപ്പൻറ്റർമാരുടെ ഐറ്റംസ് ആണ്. റൂട്ടർ മേളിയിരിക്കുന്നുണ്ടല്ലോ, ഇൻഡിഗോയുടെ റൂട്ടർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ട്രിമ്മർ എന്ന് പറയും, അത് അവർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ പ്ലെയിനർ, പിന്നെ സർക്കുലർ സാ, പിന്നെ ഈ ഇരിക്കുന്ന ഹാമർ ഡ്രില്ലുകൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ടൈൽ കട്ടറാണ്. ടൈൽ കട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചുള്ള സാധനമുണ്ട്. അവന് അതായത് ഇപ്പോൾ ഒരു നല്ല ടെക്നീഷ്യൻ ആണെങ്കിൽ ആ ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റമേ വാങ്ങിക്കത്തുള്ളൂ, വാട്ട്സ് കൂടിയ ഐറ്റമേ വാങ്ങിക്കത്തുള്ളൂ. അന്നേരം ഒരു പക്ഷേ അവർ അത്രയും പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ തൽക്കാലം സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ബ്രാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ബ്രാൻഡ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ലോക്കൽ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നില്ല. വെറും ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ടോട്ടലിനെ എന്ന് പറഞ്ഞു കഴിയുമ്പം ഫുൾ ഹാൻഡ് ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. പവർ ടൂൾസും ഹാൻഡ് ടൂൾസും കണ്ടില്ലേ. ഇത് മനസ്സിലായ മെഷീൻ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൽ ഉരുട്ടിയിട്ട് മെഷർ ചെയ്യുന്ന ഒരു മെഷീൻ. അങ്ങനെയുള്ള അത് നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ മെഷറിംഗ് ലെവലാണ്. പിന്നെ അവരുടെ തന്നെ ഇതുണ്ട്, നമ്മുടെ ബ്രഞ്ച്. ഇതൊരു ബക്കറ്റാണ്. ഇതിങ്ങനെ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു ബക്കറ്റാക്കി എടുക്കാൻ പറ്റും. ഇത് പോളിമാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു പൈപ്പ് കാണിച്ചില്ലേ, ആ പൈപ്പ് ഉരുക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉരുക്കി ഒട്ടിക്കുന്നതിൻ്റെ ഒരു മെഷീനാണ്. അവരുടെ തന്നെ വൈബ്രേഷൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കലാകാരന്മാരുണ്ടല്ലോ, ആ കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ചെറിയ ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു സെറ്റാണിത്. ഇതിനകത്തൊരു മെഷീനുണ്ട്, അതിനകത്ത് ഇത് പിടിപ്പിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഇതൊരു വാക്വം ക്ലീനറാണ്. അവരുടെ ഈ സോഫയുടെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ പിന്നെ ഇതിലൊക്കെ വരുന്ന ടൈലിലൊക്കെ വരുന്ന അഴുക്കുകളെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അവരുടെ തന്നെ മിനി ചെയിൻസ്. അത് ബാറ്ററിയാണോ? അത് ബാറ്ററിയാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം അവരുടെ ലീഫ് ബ്ലോവറുകൾ. ഈ പ്രോഡക്റ്റുകൾ മൊത്തം അവരുടെ പ്രോഡക്റ്റുകളാണ്, ടോട്ടലിന്റെ പ്രോഡക്റ്റുകളാണ്. നമ്മൾ ഐബിൾ ചെയ്യുന്നുണ്ട്, പിന്നെ ബോഷ് ചെയ്യുന്നുണ്ട്, മക്കിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രാൻഡ് നോക്കുവാണെങ്കിൽ നമ്മളൊരു 30-35ഓളം ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ബ്രാൻഡുകൾ. പിന്നെ ഇത് ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ചെറിയ ഈ ടൈറ്ററുകളുണ്ടല്ലോ, 12 വോൾട്ടിന്റെയും 21 വോൾട്ടിന്റെയും ഒക്കെ ടൈറ്ററുകളുടെ. ഇതിപ്പോ ഈ ലോഡ് വന്നിരിക്കുന്നതിന്റെ പേരിലേ ഇവിടെ എല്ലാ സാധനങ്ങളെല്ലാം നിറഞ്ഞിരിക്കും, മൊത്തം നിറഞ്ഞ് ഇവിടെ നടക്കാൻ പറ്റാതിരിക്കും. ഇവിടെ ഇതെല്ലാം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ടൈറ്ററിന്റെ ഏരിയ. ഇത് ജനറേറ്റർ ആണ്. ജനറേറ്റർ ഇല്ലേ, നമ്മൾ ജനറേറ്റർ പമ്പാണ്. അതായത് നമ്മുടെ കുളം പറ്റിക്കത്തില്ലേ, കുളം പറ്റിക്കുന്ന 3 ഇഞ്ചിന്റെ പൈപ്പ് ഉപയോഗിക്കുന്ന 3 ഇഞ്ചിന്റെ ഇത് താഴെ ഇരിക്കുന്നത് 4 ഇഞ്ചിന്റെ. എല്ലാ ഐറ്റംസും ഉണ്ട്. അല്ല, താഴെ ഇരിക്കുന്നത് ജനറേറ്റർ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന ജനറേറ്ററാണ്. ഇതാണ് അതിൻ്റെ പമ്പ് വരുന്നത്, ഇതാണ്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ സ്പ്രേയറുകൾ, പിന്നെ ഇത് കാർ വാക്വം ക്ലീനർ. ഈ പ്രോഡക്റ്റിൻ്റെ ഗുണം ഇതെന്ന് വെച്ചാൽ വെറും ചെറിയ പൈസയേ ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കാറിൻ്റെ സീറ്റിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നേ പൊടികൾ സക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെ, എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിനൊരു വില എന്ന് പറയുമ്പോൾ 2750 രൂപ മാത്രമേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ഡ്രമ്മിൽ നിന്ന് നമ്മൾ ഈ ഓയിൽ പുള്ള് ചെയ്യാൻ വേണ്ടിയുള്ള
ഒരു പമ്പാണ്. അതെ 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 അതെ. അത് അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രില്ലുകളുണ്ട്, ചെറിയ ഡ്രില്ലുകളില്ലേ, 1000 രൂപ മുതലുള്ള ഡ്രില്ലുകളുണ്ട്. 1000 രൂപ. 1000 എന്ന് പറയുമ്പോൾ 10 mm ആണ്, 6 mm അല്ല, 10 mm-ന്റെ 750 വാട്ടിന്റെ ആണ്. 6 മാസം സർവീസ് വാറന്റിയോട് കൂടി 1000 രൂപയ്ക്ക് മുതൽ ഡ്രില്ല് തുടങ്ങുവാണ്. പിന്നെ അങ്ങോട്ട് കുറേ ബ്രാൻഡുകൾ, ഈ ഇരിക്കുന്ന എല്ലാം ഓരോ കമ്പനികളുടെ ഐറ്റംസ് ആണ്. ഈ താഴെ ഇരിക്കുന്ന എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. പിന്നെ മുകളിൽ ഈ 6 വന്ന 6.5 വരും. പിന്നെ താഴെ വരുമ്പോൾ 10 mm വരും, പിന്നെ 13 mm വരും. അതിൻ്റെ എല്ലാം ഒരു വെറൈറ്റിയാണ്. കേബിളിൻ്റെ പവർ ടൂൾസ് ഹാൻഡിൽസിൻ്റെ ഒരു ഏകദേശം എല്ലാ വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. ഇത് വരുന്നത് 115 ഐറ്റം വരുന്ന ഒരു ഐറ്റമാണിത്. ഇതിനകത്ത് മൊത്തത്തിൽ 115 ഐറ്റം വരുന്നുണ്ട് ഇതിനകത്തല്ലേ. ഇതെന്ന് നമ്മൾ ഓഫർ റേറ്റ് 2550 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് 650 വാട്ട്സിൻ്റെ ഒരു ഡ്രില്ലോട് കൂടിയാണ് ഈ പറയുന്ന വീട്ടിലേക്ക് വേണ്ടുന്ന ഏകദേശം എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, ഇതിനകത്ത് ഇലങ്കി, മീറ്റർ, ലെവല്, ഒരു അത്യാവശ്യം ഒരു കലണ്ടർ തൂക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിഷർ സ്ക്രൂ വരെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് അത്. 2550. പിന്നെ അത് തന്നെ അവരുടെ തന്നെ ടൂൾ കിറ്റ് തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടൂൾ കിറ്റുകളുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാം അവരുടെ പിന്നെ മെഷീൻസാണ്. ഇത് ഗ്രാസ് കട്ടിംഗ് മെഷീനാണ്. അതായത് ബാറ്ററി ടൈപ്പ്. ബാറ്ററി അതാണ് ഇത് ബാറ്ററിയോട് കൂടി ഒരു ബാറ്ററിയും അതിന്റെ ചാർജറും കൂടെ വരുമ്പോൾ 6000 രൂപ വരും. 6000 രൂപ വരും. ഇതിൽ ഒരു ബാറ്ററി ആണല്ലേ വരുന്നത്? അല്ല, 1-2 നമുക്ക് വാങ്ങിക്കാം. ഇതെന്ന് പറഞ്ഞാൽ മെഷീൻ ഐബലിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്റർചേഞ്ചബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ ഒരു മെഷീന് ഒരു ബാറ്ററിയും ചാർജും വാങ്ങിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒരു ഗ്രാസ് കട്ടർ വാങ്ങിക്കുമ്പോൾ ബാറ്ററിയും ചാർജറും വാങ്ങിക്കണ്ട. ഇന്റർചേഞ്ചബിൾ. അന്നേരം അങ്ങനെ ഒരു കാര്യമാണ്. അതുകൊണ്ട് മെഷീൻ മാത്രമാണ് വരുന്നത്. ആ ബാറ്ററിയും നമ്മൾ മേടിക്കണം, ചാർജറും വാങ്ങിക്കണം. ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 amps-ന്റെയോ 4 amps-ന്റെയോ ഒരു ബാറ്ററിയും ഒരു ചാർജറും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കുന്ന മെഷീനൊന്നും നമ്മൾ ഇത് വാങ്ങിക്കണ്ട. അഡീഷണൽ ബാറ്ററി അതിന്റെ മെഷീൻ മാത്രം വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഒരു സൗകര്യം വൈബിലുണ്ട്. അത് വലിയ ബ്രാൻഡഡ് കമ്പനിക്കെല്ലാം ഇപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുമ്പോൾ ബാറ്ററി ഗ്രൈൻഡറുകളാണ്. ബാറ്ററി ഉപയോഗിക്കുന്ന ഗ്രൈൻഡർ, നമ്മളപ്പോൾ കണ്ട സാധാ ഗ്രൈൻഡർ അല്ലേ, ബാറ്ററി ഉപയോഗിക്കുന്ന ഗ്രൈൻഡറുകളാണ്. ബാറ്ററി ഉപയോഗിച്ചുള്ള ഗ്രൈൻഡർ, അതുപോലെ ബാറ്ററി ഉപയോഗിക്കുന്ന ഡ്രില്ലുകൾ, പിന്നെ ബാറ്ററി ഉപയോഗിക്കുന്ന ടൈൽ കട്ടറുകൾ, പിന്നെ ബാറ്ററി. അതെ അതെ അതെ. അതാണ്ട് ടൈൽ കട്ടർ ഉണ്ട്, സർക്കുലർ സൈ ഉണ്ട്. ഇത് ടൈൽ കട്ടറാണ് ഗ്ലോബലിൻ്റെത്. പിന്നെ ബ്രഞ്ച് ഉണ്ടല്ലോ നമ്മുടെ ഇത് ഇളക്കുന്നത്, നമ്മുടെ ടയറൊക്കെ ഇളക്കുന്നത്, അതെല്ലാം ബാറ്ററി ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാം ഈ സ്പ്രേയർ കണ്ടില്ലേ, ചെറിയ സ്പ്രേയർ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിലേ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് പെയിന്റ് അടിക്കാൻ പറ്റും. ഈ സ്പ്രേയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2600. 2600 നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പറ്റും. ഒരു ഭിത്തിയിൽ കംപ്രസർ ഉണ്ട്, നമുക്ക് ആ കംപ്രസറിന്റെ ഏരിയയിലേക്ക് പോകാം. ഈ ഇരിക്കുന്ന എല്ലാം പമ്പുകളാണ്. അതായത് കിർലോസ്കർ പമ്പിന്റെ എല്ലാ റേഞ്ചുകളും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്നുണ്ടില്ലേ, അതായത് സബ്മർസിബിൾ പമ്പ്, അതുപോലെ പിന്നെ അല്ലാതെ മോണോ ബ്ലോക്ക്, അവരുടെ എല്ലാ റേഞ്ചുകളും നമ്മുടെ കയ്യിലുണ്ട്. അതും നല്ല പ്രൈസിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ടൂൾസ് കടക്കാരെ സംബന്ധിച്ചിടത്തോളം, റെൻ്റൽ ഷോപ്പ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഒരു കുടക്കീഴിൽ വേണം. അങ്ങനെയാണ് നമ്മൾ എല്ലാ ബ്രാൻഡിൻ്റെയും ഡീലർഷിപ്പ് എടുത്തിട്ട് അവർക്ക് ഒരുമിച്ച് സാധനം GST ബില്ല് തന്നെ വേണം, പർച്ചേസ് ചെയ്യണം. അന്നേരം ഒരുമിച്ച് ലോണൊക്കെ എടുക്കുന്നവർക്ക് കൃത്യമായ ബില്ലും കാര്യങ്ങളും വേണം. അന്നേരം അതിനുവേണ്ടി നമ്മൾ എല്ലാം A to Z, അതായത് ഒരു തൂമ്പ മുതൽ വലിയ പമ്പ് ഉൾപ്പെടെ ജനറേറ്റർ ഉൾപ്പെടെ എല്ലാ മെഷീനറിയും അവർക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ ഇത്രയും ഇങ്ങനെ ബൾക്കായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഓഫർ ഉണ്ട്? അല്ല, അത് നമ്മൾ ഓഫർ കൊടുക്കുന്നതാണ്. ഇത് പിന്നെ 2000 വാട്ട്സിന്റെ ബുള്ളിന്റെ കാർ വാഷുകൾ 4999, 5000 രൂപയ്ക്ക്. 5000 രൂപയ്ക്ക് അത് നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൊറിയർ ചാർജ് ആവും. ഈ ഹൈ പ്രഷർ വാട്ടർ അല്ലേ? ഹൈ പ്രഷർ വാഷ് 2000 വാട്ടാണ്, 130 ബാർ ഉണ്ട്. അത് നമ്മൾ ഇത് ഓഫറിൽ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓഫറിൽ കൊടുക്കുകയാണ് 5000 രൂപ. അതെ അതെ. ഇത് കംപ്രസറുകളാണ്. നമുക്ക് കംപ്രസർ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടല്, ബുള്ള്, ഗ്ലോബല്, ഐബില് കുറേ കമ്പനികളുടെ ഉണ്ട്. അത് 24 ലിറ്ററിൻ്റെ ഉണ്ട്, 50 ലിറ്റർ മുതൽ എത്ര ലിറ്ററിൻ്റെ വേണമെങ്കിലും നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ബ്രഷ് കട്ടർ എന്ന് പറയുന്നത് നമുക്ക് 5850 മുതൽ ബ്രഷ് കട്ടർ ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഉണ്ട് ബ്രഷ് കട്ടർ. ഇതേമാതിരിയുള്ള കാരണം വെച്ചാൽ ഡൊമസ്റ്റിക് യൂസിനാണെങ്കിൽ അതിൻ്റെ ആവശ്യമേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പം സൂപ്പർ സ്റ്റീൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് 11400 അതിൻ്റെ ആ കപ്പാസിറ്റി അനുസരിച്ച് അങ്ങോട്ട് കൂടുന്നുണ്ട്. അന്നേരം ഒരുപാട് ഐറ്റംസ് ബ്രഷ് കട്ടറിൽ നമുക്കുണ്ട്. പെട്രോൾ ടൂ സ്റ്റോക്കും വരുന്നുണ്ട്, വോ സ്റ്റോക്കും വരുന്നുണ്ട്. എല്ലാം പെട്രോളാണ് വരുന്നത്. വോ സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കണ്ട. ഇതാകുമ്പോൾ സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ഓയിൽ മിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വയറ് കേബിളുകളെ
കേബിളുകൾ എല്ലാത്തരം കേബിളുകളും നമ്മുടെ കയ്യിലുണ്ട്. കേബിളുകൾ അത് പിന്നെ നമ്മുടെ കയറുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് കടക്കാർക്ക് ഈ വടമൊക്കെ വേണ്ടി വരുമല്ലോ. ടൂർണമെന്റ് വടമൊക്കെയാണ് മേളിൽ ഇരിക്കുന്നത്. ടൂർണമെന്റിന് പിടിക്കുന്ന വടം ഉണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഉണ്ട്. കയർ ഐറ്റംസ്, പിന്നെ കേബിളുകൾ ഉണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ, ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ ടോമന്റെ. ഇവിടെയാണ് നമ്മുടെ ആഫ്റ്റർ സർവീസിന് മെഷീൻസ് വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവർ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കും. അത് ഒരു ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പം പോയതാണ്. നമുക്ക് എപ്പോഴും 2 പേര് ഉണ്ടാവും, എനി ടൈം 2 പേരുണ്ടാവും. ഒരാൾ ലീവിലായിരിക്കും. അന്നേരം അത് സർവീസ് നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. 3 പേര് കാണും, ഒരാൾ ലീവിലാണെങ്കിൽ 2 പേര് എപ്പോഴും ഉണ്ടാവും. ഇത് ടോഷന്റെ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ടോഷൻ ബ്രാൻഡിന്റെ ഏകദേശം എല്ലാ റേഞ്ചും നമ്മുടെ കയ്യിലുണ്ട്. ഹാൻഡ് ടൂൾസ് അന്നേരം അതിലേതാണ്ട് ഇപ്പം ഇതെന്ന് പറയുമ്പം ഒരു ഈ വുഡിൽ ഉപയോഗിക്കുന്ന ചെറിയ പിന്നെ ബിറ്റുകളാണ്, ബിറ്റ് സെറ്റാണ്. ആ ബിറ്റ് സെറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 185 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള പിന്നെ പ്രോഡക്റ്റാണ്. പിന്നെ ഇതിലൊക്കെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, അവരുടെ തന്നെ ജാക്കി ഉണ്ടല്ലോ, നമ്മൾ വണ്ടിയൊക്കെ പോകുന്ന ജാക്കി, പിന്നെ ഈ ഗ്ലാസ് ഒക്കെ പിടിക്കുന്ന ആ പ്രോഡക്റ്റ്, പിന്നെ അവരുടെ തന്നെ ഇതുകൾ, പിന്നെ വൈസുകൾ, പിന്നെ ഏകദേശം ഹാൻഡ് ടൂൾസിലുള്ള എല്ലാ റേഞ്ചും ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടലാണ്. ടോട്ടലിന്റെ ഫുൾ റേഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. ഹാൻഡ് ടൂൾസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. മൾട്ടിമീറ്റർ ഒക്കെ കണ്ടില്ലേ, മൾട്ടിമീറ്റർ, അവരുടെ ഗാർഡൻ സ്പ്രെയർ എന്ന് വേണ്ട, സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, കംപ്ലീറ്റ് റേഞ്ചും ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തപാരിയ ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ബ്രാൻഡഡ് ഐറ്റമാണ് തപാരിയ. തപാരിയുടെ ഹാൻഡ് ടൂൾസ് കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻലി, അതായത് ഹാൻഡ് ടൂൾസിന്റെ എല്ലാം നമ്മുടെ അതിന്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെൽഡിങ് എക്യുപ്മെന്റ്സ്, വെൽഡിങ്ങിന്റെ വെൽഡർമാർ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇലക്ട്രീഷ്യൻ ആവട്ടെ, പ്ലംബർ ആവട്ടെ, മേസൺ ആവട്ടെ, അല്ലെങ്കിൽ വെൽഡിംഗ് ടെക്നീഷ്യൻ ആവട്ടെ, എല്ലാത്തരം ടെക്നീഷ്യന്മാരും യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഇവിടെ ലഭ്യമാണ്. അതായത് അതുകൊണ്ടാണല്ലോ നമ്മൾ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അന്നേരം അതിൽ എല്ലാത്തരം, അതായത് ഏതൊരു AC ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പ്ലംബർ ആയിക്കോട്ടെ, ഏതൊരു ടെക്നീഷ്യൻ ആയാലും പെയിന്റർ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടുന്ന എല്ലാത്തരം ടൂൾസുകളുണ്ട്. ഇത് മുകളിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഈ പിന്നെ ബിൽഡിംഗ് എക്യുപ്മെന്റ്സാ, അത് ആട്ടോ ഡാർക്കിംഗ് ഹെൽമെറ്റ് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അത് ഈ കാണുന്നതെല്ലാം ആ ഒരു പ്രോഡക്റ്റുകളാണ് അവിടെ ഇങ്ങോട്ട് വന്നത്. പിന്നെ അറ്റാച്ച്മെന്റുകൾ, സേഫ്റ്റി. പിന്നെ ഈ സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ ഒരു വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. ഇങ്ങനെ അങ്ങനെ ഇതിട്ടിരിക്കും. ഇതെല്ലാം കണ്ട ആ ഒരു കോൺസെപ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഇതൊരു അറ്റാച്ച്മെന്റ് ആണ്, നമ്മുടെ റിബേറ്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഇത് നമുക്ക് റിബേറ്റ് അടിക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലൊരു ഡ്രില്ലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രില്ലിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണിത്. അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് റിബേറ്റ് അടിക്കാം. മറ്റേത് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യണ്ടേ. ഇത് ആകുമ്പം നമുക്ക് അറ്റാച്ച് ചെയ്ത് അടിക്കാൻ പറ്റും. ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 1000 രൂപയാണ്. 90 രൂപ കൊറിയർ ചാർജ്. നമുക്ക് കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും, ഔട്ട് ഓഫ് കേരളയും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ താഴേക്ക് കാണുന്നത് കുറേ ഐറ്റം ഉണ്ട്. ഇത് തന്നെ, ഇതൊരു മൾട്ടി സ്പാനറാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടേ, ഇത് നമുക്ക് ഈ ഗ്രൈൻഡറൊക്കെ ഉണ്ടല്ലോ, പല സൈസിലുള്ള 4 ഇഞ്ചിൻ്റെ 5 ഇഞ്ചിൻ്റെ ഏത് വേണമെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നുകൊണ്ട് പല ടൈൽ കീ എന്നാണ് ഇതിന് പറയുന്നത്, അഡ്ജസ്റ്റബിൾ കീ. അന്നേരം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ചെറുതോ വലുതോ അളവനുസരിച്ചിട്ട് മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ വെറും 60 രൂപയേ ഉള്ളൂ ഇവിടെ. 60 രൂപയുള്ളൂ, വെറും 60 രൂപയുള്ളൂ. അതാണ്ടേ, ഇത് ഇഷ്ടം പോലെ വന്നു തുടങ്ങി. ഇത് നമ്മൾ ഓൺലൈനിൽ അയച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, ട്രെൻഡിങ് ആയിട്ടാണിത്. വെറും 60 രൂപ മാത്രമേ ഉള്ളത്. ഓൾ കേരള നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം ഇത് ടൈലിൻ്റെ പണിക്കാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഈ ബിൽഡിങ് അവർക്കെല്ലാം അവർ ചിലപ്പോൾ 2-3 ഇതാ കൊണ്ടു നടക്കുന്നത്. ഇതാകുമ്പോൾ ഒറ്റ ഒരെണ്ണം കൊണ്ടു നടന്നാൽ മതി. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ നമ്മുടെ കാർ വാഷിൻ്റെയൊക്കെ ആക്സസറീസ്, അത് അതിൻ്റെയൊക്കെ അതിൻ്റെ നോസിലുകൾ, അതിൻ്റെ കണക്ടറുകൾ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർ വാഷിൻ്റെയൊക്കെ ഈ ഒരു ഓസ് വെക്കുന്ന ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് എളുപ്പം കേടാവാൻ ചാൻസ് ഉള്ള. അന്നേരം കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ അങ്ങോട്ട് കയറ്റി ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ നമ്മൾ കാർ വാഷ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു അഡാപ്റ്റർ കയറ്റി ഇടാന്നുണ്ടെങ്കിൽ മറ്റേ ത്രെഡ് പ്രൊട്ടക്റ്റ് അതിനൊന്നും പറ്റത്തില്ല. ഇത് കേടാകുമ്പോൾ ഇത് മാറ്റിയാൽ മതി. മറ്റേതല്ലേ നമ്മൾ ആ ഒരു പോഷൻ മൊത്തം മാറ്റേണ്ടി വരും. അന്നേരം അത് ലോങ് ടൈപ്പിലും ഉണ്ട്, പിന്നെ ചെറിയ ടൈപ്പിലും ഉണ്ട്. പിന്നെ ഇത് ലോങ് ആണ്,
ഇത് ചെറിയ ടൈപ്പാണ്. പിന്നെ കാർ വാഷിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാർ വാഷിന്റെ ഗണ്ണിന്റെ ഒരു നല്ല ഷെയർ അന്നേരം ഇത് ഈ ഒരു ഗണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കാർ വാഷിന്റെ കൂട്ടത്തിൽ ഒരു ഗണ്ണ് വന്നു കഴിഞ്ഞാൽ അത് കേടായി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വർഷ ആഗ്രയുടെ ഒരു എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സർവീസബിളാണ്. ഇതിന് അതായത് സർവീസ് വാറണ്ടി ഉള്ളതാണ്. ഗണ്ണിന് സർവീസ് ആദ്യമാണ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം. കാര്യം മറ്റേത് എടുത്ത് കളയുക ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ്ട് നട്ട് ബോൾട്ട് ഉണ്ട്, ഇതുണ്ടല്ലേ സ്ക്രൂ ഇളക്കുക, ഇതിനകത്തുള്ള എല്ലാം കൃത്യമായി നല്ല കോപ്പറും നല്ല സ്റ്റീൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അവരിത് റിപ്പയർ ചെയ്ത് നമ്മൾ പേ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ എടുത്ത് കളയേണ്ടി വരത്തില്ല നമുക്ക്. പിന്നെ ചിലർ പറയാറുണ്ട് ഈ ട്രിഗർ ഇത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പണിക്കാർക്കൊക്കെ എപ്പോഴും തുറക്കുമ്പോൾ ഇതിന്റെ സ്വിച്ച് കേടായി പോകും. അതിനുവേണ്ടി അവർ വേറെ ഒരു ട്രിഗർ ഇല്ലാത്ത ഒരു ഗണ്ണ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ അതിന്റെ ആ ഹാൻഡിൽ ഇല്ലാത്ത അതിൽ ട്രിഗർ വരില്ല അല്ലേ? അതിന് ട്രിഗർ ഇല്ല. വർഷ ആഗ്രയുടെ വർഷ ആഗ്രയുടെ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട്. ഈ സോളാർ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അതും അവരുടെ പ്രോഡക്റ്റ് ആണ്. ഇത് ട്രിഗറിന്റെ ആവശ്യമില്ല. നമ്മുടെ സ്വിച്ച് ആദ്യം ഇത് കയ്യിലെടുത്ത് പിടിച്ചിട്ട് സ്വിച്ച് ഇടാവുള്ളതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തെ ഇത് മറ്റേത് എപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ അല്ല ഇത് ഇങ്ങനെ ഓൺ ഓഫ് ആക്കുന്ന സമയത്ത് ഇതിന്റെ പ്രഷർ വന്നിട്ട് ഇതിന്റെ സ്വിച്ച് കേടാവും. അന്നേരം ആ പ്രഷർ ചെന്ന് ഇങ്ങനെ അടിച്ചിട്ടേ, അന്നേരം അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും ടൂൾസ് കടക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിനെന്തോ പരിഹാരമെന്ന്. അങ്ങനെയാണ് അവർ ഈ ഒരു ബ്രാൻഡ് ഇറക്കിയിരിക്കുന്നത്. കുറച്ച് അതെ ഇൻസുലേഷൻ അല്ലെങ്കിൽ വയർ ടൈ ഒക്കെ ചുറ്റി വെക്കും. അന്നേരം അത് ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ആക്സസറീസും ഉണ്ട്, അത് സർവീസുകളുമാണ്. അവർക്ക് എപ്പോൾ എനി ടൈം വേണമെങ്കിലും അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇരിക്കുന്ന മൊത്തം ഗണ്ണ് എല്ലാത്തരം ഗണ്ണിന്റെയും കാർ വാഷിന്റെയും ഗണ്ണുകൾ നമ്മുടെ ഉണ്ട്. അതിന്റെ ഓസും ഉണ്ട്. ഓസ് അപ്പുറത്ത് സ്റ്റോറിലായിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെയർ പാർട്സ് ഹൗസ് ആണ്ടേ, ഇത് കണ്ടിട്ടില്ലേ? അതെ, അതെന്ന് പറയുമ്പോൾ നമുക്ക് സ്പെയർ പാർട്സിന് വേണ്ടി തന്നെ ഒരു ഹൗസ്. അതായത് ഇവിടെ കംപ്ലീറ്റ് സ്പെയർ പാർട്സ് ഉള്ളത്. നമ്മളിവിടെ വിൽക്കുന്ന എല്ലാ മെഷീന്റെയും സ്പെയർ പാർട്സ് ഇവിടെ നമ്മളിവിടെ സർവീസിനും ഉപയോഗിക്കും, വെളിയിൽ സെയിലും ചെയ്യും. അത് ഈ കാണുന്ന മൊത്തം ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് നോക്കുക ആർമേച്ചറുകൾ, ഈ കാണുന്ന ഫുൾ റേഞ്ചും ഈ നമുക്ക് സ്പെയർ പാർട്സുകളാണ്. പിന്നെ ഇവിടെ ഈ താഴെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതെല്ലാം ഇത് നമ്മുടെ ഹാൻഡ് ടൂൾസ് വരുന്ന അറ്റാച്ച്മെന്റുകളാണ്. അതായത് ഒരു സ്പെയർ പാർട്സ് മാത്രമല്ല, അതിന്റെ ആക്സസറീസ്, അതായത് അനുബന്ധ സാധനങ്ങൾ. ഈ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെ ഈ കാണുന്ന എല്ലാം ചെറിയ ടൂൾസുകളാണ്, ഹാൻഡ് ടൂൾസുകളാണ്. പിന്നെ ഇതെല്ലാം ബ്ലേഡ് ഐറ്റംസ് ആണ്. പിന്നെ മുകളിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇതുമായിട്ട് ടൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ മറ്റേ ആ സീലർ. പിന്നെ ഈ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഗണ്ണുകൾ. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാം ബ്ലേഡുകളെല്ലാം നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത്. ബൾക്കാട്ട് ഇത് ഇരിക്കുന്ന ബിറ്റുകൾ അങ്ങനെ. ഈ പിന്നെ ഇവിടെ തന്നെ വെളിയിലൊരു ഡിസ്പ്ലേ ഉണ്ട്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ഏകദേശം എല്ലാ കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ വന്ന് കസ്റ്റമറെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്തു കൊടുക്കും. കണ്ടോ, എലങ്കി തന്നെ അത്ര എലങ്കിയുടെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതെ എല്ലാ കളക്ഷനും. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൾട്ടിമീറ്ററുകൾ, ടെസ്റ്ററുകൾ, പിന്നെ നൈഫുകൾ. പിന്നെ ഈ മൊത്തം നമ്മുടെ കയ്യിലുള്ള സാധനം എല്ലാം നമ്മൾ ഈ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. തുടക്കം തൊട്ടിൽ അവിടെ തൊട്ട് തുടങ്ങിയാൽ എൻ്റെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മുടെ ഡിസ്പ്ലേയിലുണ്ട്. ഇങ്ങനെ അത് ഇവിടെ ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ പേരറിയാൻ വയ്യാന്നുണ്ടെങ്കിലും കാണിച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് അത് എടുത്തു കൊടുക്കാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റീലിൻ്റെ നമുക്ക് മുകളിൽ ഏകദേശം 3, 6, 8 മീറ്ററോളം നമുക്ക് പൊക്കാൻ പറ്റും. ഇത് ചെയ്തിട്ടേ ഇതെന്താ ഇങ്ങനെ ഹൈറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് ഇതും ഇതേമാതിരി ഹൈറ്റ് പൊക്കാൻ പറ്റും. തോട്ടയായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിന് ബാറ്ററി ഉണ്ട്, ഇതിൻ്റെ താഴെ ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ മേളിൽ നിന്ന് ഇങ്ങനെ ഐറ്റംസ് കട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ഫാൻസി തോട്ടിയാണ് ഇലക്ട്രിക്. ഇതെന്ന് പറയുമ്പോഴേ നമുക്ക് അതായത് എന്തെങ്കിലും മുകളിലുള്ള ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ്. ഇതിന് വരുമ്പോൾ ഈ മെഷീന്, ഈ പറയുന്ന ഇതുകൾ, പിന്നെ ഒരു ബാറ്ററി, ഇതെല്ലാം കൂടെ വരുമ്പം 11,500 രൂപ വരും. പക്ഷേ ഇത് വാറണ്ടി 6 മാസം വാറണ്ടി ഉള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ല ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റ്. കുറേ വെറൈറ്റി ഉണ്ട് നമുക്ക് എർത്ത് ഓവർ. അതിൽ വരുമ്പോൾ 63 cc, 65 cc, 71, 72, 95 ഇത്രയും CCയിൽ നമുക്ക് 95 cc വരെ അവൈലബിൾ ആണ്. ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയുള്ള ബിറ്റുണ്ട്. 1 ഇഞ്ച് മുതൽ 1 ഇഞ്ച് 8. അതായത് ഇപ്പം ഇതിൻ്റെ ബേസ് മോഡൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 9,650 മുതലാണ് 2 സ്ട്രോക്കിൽ അവൈലബിൾ ആണ്. 9,650 മുതൽ തുടങ്ങും.
അതിന് ബിറ്റില്ലാതാണ്. ബിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ബിറ്റ് വാങ്ങിക്കണം. ബിറ്റ് അത് ഓരോ ബിറ്റിൻ്റെ അളവിനനുസരിച്ചാണ് അതിൻ്റെ പൈസ മാറുന്നത്. നമുക്ക് ഈ 63 cc മുതൽ 95 cc വരെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഡിസ്പ്ലേ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പൊടി കയറുന്നതിൻ്റെ പേര് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതെന്നുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ തറയോടില്ലേ, നമ്മുടെ തറയോടൊക്കെ ഇടുന്നതിന് മുമ്പേ കോമ്പാക്ട് ചെയ്തില്ലേ, അത് കോമ്പാക്ട് മെഷീനാണ്. ഇത് ഗ്രീവ്സിൻ്റെ ഇഞ്ചിനാണ്. ഇത് 5 HP ഗ്രീവ്സിൻ്റെ ഇഞ്ചിനാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രീവ്സിൻ്റെ ഇഞ്ചിനാണ് തന്നെ 5 HP ആണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല 1 വർഷം വാറണ്ടിയുള്ള ഇഞ്ചിൻ വാറണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതെന്ന് പറയുമ്പോഴേ നമ്മൾ നേരത്തെ കംപ്രസർ ഉപയോഗിച്ചിട്ടല്ലേ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എയർലെസ് പെയിന്റർ എന്ന് പറയും. അതായത് ഡയറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലേ ഇത് എളുപ്പം പെയിന്റർമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇത് പല റേഞ്ചിൽ വരുന്നുണ്ട്. അതായത് പിന്നെ ചെറിയ യൂസിനാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. കാര്യം പിന്നീട് വൈറ്റ് സിമെന്റ് ഒക്കെ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകും. ഇതിപ്പം പെയിന്റുകൾ മാത്രം സ്പ്രേ ചെയ്യുന്ന മെഷീനാണ്. പക്ഷെ ഒരാൾ ഒരു ലേബർ നിന്ന് സാധാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലേബറിന്റെ പണി ഒരു ദിവസം അതിൽ കൂടുതൽ ഒരു ദിവസം ചെയ്യാൻ പറ്റും. മാത്രം എളുപ്പം ഒരുപാട് ഇങ്ങനെ അവർക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ലേസർ ലെവൽ. അതായത് ആധുനിക ടെക്നോളജിയുടെ കാലമാണല്ലോ. എല്ലാത്തരം പണിക്കാർക്കും ഈ ലേസർ ലെവൽ വളരെ അത്യാവശ്യമാണ്. ഏത് രീതിയിലുള്ള ആവശ്യമാണ് അവർക്ക് അത് ലെവൽ ചെയ്യാൻ വേണ്ടി ഈ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ്. അത് തന്നെ ഈ 2 ടൈപ്പിലും അവൈലബിൾ ആണ്. സാർ, അപ്പോൾ നമുക്ക് ഇത്രയും ഓഫറുകളും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഡെലിവറി കിട്ടാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും വാട്സപ്പ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ഈ വീഡിയോയുടെ ഇപ്പോൾ അടിയിൽ അതിനകത്ത് ആ വാട്സപ്പ് നമ്പർ കൊടുക്കുമല്ലോ. കഴിവതും നിങ്ങൾ വിളിക്കാതെ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. കാരണം ആ വാട്സപ്പിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി അതിന് ആളുണ്ട്. അവരത് സമയബന്ധിതമായി വരുന്ന മുൻഗണനാ അടിസ്ഥാനത്തിൽ ആ മെസ്സേജ് നോക്കി കൃത്യമായി എല്ലാ വാട്സപ്പ് മെസ്സേജുകൾക്കും നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് തിരക്ക് സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് മാക്സിമം ആൾക്കാരും വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുക. കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലുകൾ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക് പ്രോഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്പോൾ തന്നെ നമുക്ക് ഇട്ടുതരും. അതിന്റെ വില ഇട്ടുതരും, അതിന്റെ ഫോട്ടോസ് ഇട്ടുതരും, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇട്ടുതരും. അതുകൊണ്ട് മാക്സിമം ആൾക്കാരും വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. വിളിച്ചാലും എടുക്കാം. ചില തിരക്കിന്റെ ഇടയിൽ കൃത്യമായി റെസ്പോൺസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. സാറേ, മിക്ക വീഡിയോകളിലും പല വീഡിയോകളിലും നമ്മൾ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഗിവ് അവേ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്കൊരു കാർ വാഷ് അവർക്ക് കൊടുക്കാമല്ലോ. വേണമെങ്കിൽ നമുക്ക് ഈ കാർ വാഷ് കൊടുക്കാം. പക്ഷെ വേറൊരു കാര്യം, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യുകയും നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുകയും ചെയ്യണം. അന്നേരം അവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ 5,000 രൂപ വിലയുള്ള 6 മാസം വാറണ്ടിയുള്ള ഈ ഒരു കാർ വാഷ് നമുക്ക് അവർക്ക് ഗിവ് അവേ കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, താങ്ക് യു സാറേ. അപ്പോൾ ഇത്രയും നല്ലൊരു ഷോപ്പ് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ സാറിന് ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സമ്മാനം. അപ്പോൾ 5,000 രൂപ വരുന്ന കാർ വാഷാണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായി ഞങ്ങൾ ഇനിയും എത്തും. അതുവരയ്ക്കും ബൈ.